അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ മൗലിദ് എന്നുള്ളൊരു വാക്കില്ല. അത് ശരി എന്ന് നിങ്ങൾ കേട്ടതാണെന്നോ? നിങ്ങൾ കേട്ടതല്ലേ, പിന്നെന്താ? അല്ല, കേട്ടിട്ട് നിങ്ങൾ മാത്രം കേട്ടാൽ പോരെ കേട്ടാ, നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ, അവിടെ എല്ലാവരും കേൾക്കണം. ഇതൊരു ചർച്ചാ റൂമല്ലേ, നിങ്ങളെ മാത്രം കേൾപ്പിക്കലല്ല ഉദ്ദേശം. നിങ്ങൾ ഈ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം മുമ്പെന്തെങ്കിലും മദ്ഹ് പറയുന്നതിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല എന്നല്ല നിങ്ങൾ ഈ പറഞ്ഞത്. ഇത് കേൾക്കണ സാധുക്കൾ വിചാരിക്കും ജമാൽ കൊടുവള്ളിയല്ലേ സത്യമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ഇൻഷാ അള്ളാ അത് ഇവിടെ ആരെങ്കിലുമൊക്കെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടിയാലേ നമുക്ക് കേൾപ്പിക്കാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ചോദിച്ച വേറെ ഒരുപാട് ചോദ്യങ്ങൾ, മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു. അത് നിങ്ങൾ കാര്യമായി പറഞ്ഞൊരു ആക്ഷേപമാണ്. മൗലിദ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഖുർആനിൽ തന്നെ ഇല്ല എന്നാ. ആയിക്കോട്ടെ, ഹദീസിലും ഇല്ല, അതുകൊണ്ട് മൗലിദ് പറ്റൂല എന്നാ. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ഖുർആനിലുണ്ടോ? ഏയ് ഈ KNM എന്ന് വല്ല ഹദീസിലും ഉണ്ടോ? എന്താ പങ്കാളി പറഞ്ഞ എന്താണ്? അല്ല സുഹൃത്തുക്കൾ, നിങ്ങളിപ്പോൾ കുറെ കാലം ഈ റമദാൻ മാസത്തിലൊക്കെ പലരും ഇരുന്ന് ഖത്തം തീർക്കാറുണ്ട്. 1, 2, 3, 4 ഖത്തം ഓതുന്ന ആൾക്കാരുണ്ട്. റമദാൻ അല്ലാത്തപ്പോഴും നിരന്തരം ഖുർആൻ ഓതുന്ന ആൾക്കാർ. നിങ്ങൾ എവിടെയെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്നോ അല്ലെങ്കിൽ മറ്റേ KNM എന്നോ അങ്ങനെ എന്തെങ്കിലും ഖുർആനിൽ കണ്ടുക്കണോ? പിന്നെന്താ ഇയാളി? പിന്നെ ഇപ്പം മൗലിദ് എന്നുള്ള ഖുർആനിലില്ല എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ? മൗലിദിന് മാത്രം ഒരു പ്രശ്നം കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന എന്തൊക്കെ സംഗതികളുണ്ട്, അതൊക്കെ ഇപ്പോൾ ഖുർആനിലുള്ളതാ ആണോ? അതൊക്കെ ഹദീസിലുള്ളോ? അപ്പൊ നിങ്ങൾ ഒരുപാട് സംഗതികൾ ചോദിക്കാനും പറയാനുണ്ട്. പക്ഷെ ഞാൻ വെറുതെ ചർച്ച നീട്ടിക്കൊണ്ടുപോകല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ ഒരു ചോദ്യം ചോദിക്കാനെങ്കിലും ഒന്ന് പഠിക്കുക. അതിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ക്ലിപ്പ് ഉണ്ട് സക്കി ഉസ്താദെ, ആ ക്ലിപ്പ് എടുത്തേക്ക് സക്കി ഉസ്താദെ, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക നമ്മൾ, അതല്ലേ ബാക്കി. സക്കി ഉസ്താദ് ആ ക്ലിപ്പ് ഒന്നിടും. നമ്മളെ ജമാൽ കൊടുവള്ളി ആദ്യം പറഞ്ഞല്ലോ, ഏത് മൗലിദിനെ മദ്ഹ് പറയണതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. അതുകൊണ്ട് സക്കി ഉസ്താദ് ആ ക്ലിപ്പ് വന്നിട്ട് എല്ലാവരെയും കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ജമാൽ കൊടുവള്ളി മൈക്കിലേക്ക് വരും. ഓക്കെ, ഞാൻ മൈക്ക് കൊടുക്കാം. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂൽ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാ, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാ, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ജമാൽ കൊടുവള്ളി മൈക്കെടുക്കി താഴോട്ട് നോക്കണ്ട. കാരണം ക്ലിപ്പ് റെഡി ആയിക്കണെന്ന് പറഞ്ഞപ്പോ തന്നെ താഴെയുള്ള AT കരീമ മുങ്ങി. അതിന് മുമ്പ് ഇപ്പൊ ക്ലിപ്പൊക്കെ ഇടാനുള്ള പിന്നെ ചുറ്റുവട്ടങ്ങളാണ് അവിടെ ഒരുങ്ങാൻ പോണതെന്ന് കണ്ടപ്പോ തന്നെ ഇസ്ലാഹി മുങ്ങിയാണ്. അതുകൊണ്ട് ആരാ കൂടെ ഉള്ളത് നിങ്ങൾ നോക്കണ്ട. ഏതായാലും നിങ്ങൾ എന്താക്കിക്കോളൂ, ഇതിനോടൊന്ന് പ്രതികരിച്ചോളൂ. ആദ്യം നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും മദ്ഹ് പറഞ്ഞതിനെ എതിർത്തിട്ടില്ല എന്ന്. അതിനെന്താ ഇപ്പൊ ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇത്ര സ്ട്രോങ്ങിൽ വളരെ ബോധത്തോടെ വേറൊരു വിഷയം, ഇത്ര ബോധത്തോടെ ബാലുശ്ശേരി വേറൊരു വിഷയം പറഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിലല്ലേ? അങ്ങനെ അത്രയും ബോധത്തോടെ പറഞ്ഞൊരു വിഷയമാണ് ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത്. അതിനോട് നിങ്ങൾക്ക് എന്താ പ്രതികരിക്കാമെന്ന് കഴിയട്ടെ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് വരാം. മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്നാണ്. ഖുർആനിൽ ഒരു സ്ഥലത്തും
റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ചില ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, ഹദീസിലുണ്ടാകാം. അതൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഖുർആനിലതില്ല എന്നാണ്. ഖുർആനിലൊരു കാര്യമില്ല എന്ന് പറഞ്ഞു വന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു സംഭവമില്ല എന്ന വാദമുണ്ട് ഉള്ളവരാണ് ഇവർ എന്ന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനേ പാടില്ല എന്ന വാദം മുജാഹിദ് ബാലുശ്ശേരിക്കോ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാർക്കോ അങ്ങനെ ഇല്ല. അദ്ദേഹം ഒരു വസ്തുത പറഞ്ഞു, ഖുർആനിൽ അതില്ല. ഖുർആനില്ലാത്ത വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഖുർആനില് ഇല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില്ല എന്നതിന്റെ പേരിൽ അങ്ങനെ സംഭവമില്ല എന്ന വാദമുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് അതേപറ്റി പ്രതികരിക്കുവാനുള്ളത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ മറുവാദം പറഞ്ഞോളൂ. ഓഹോ, അപ്പൊ ബാലുശ്ശേരി അവിടെ പറഞ്ഞത് ഖുർആനിൽ അതില്ല, പക്ഷെ ഹദീസിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മദ്ഹ് പറഞ്ഞോളൂ എന്നാണോ? അതോ പിന്നെ ഖുർആനിൽ ഇല്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ വിലയിരുത്തുക ഇത് ദീനിലില്ലാത്തൊരു സംഗതി എന്നാണല്ലോ. അപ്പൊ ഖുർആനിലുണ്ടോ ഇല്ല എന്ന് പറയണ ബാലുശ്ശേരി പിന്നീട് ഹദീസിലുണ്ട്, അതുകൊണ്ട് മദ്ഹ് പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ക്ലിപ്പുകൾ എടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേൾക്കട്ടെ നമ്മള് കേട്ടാ. അങ്ങനെ ഒരു ക്ലിപ്പുകൾ എടുത്തുണ്ടോ? ജമാൽ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിച്ചോളൂ. ബാലുശ്ശേരിന്റെ ആ പ്രസംഗത്തിന്റെ ബാക്കിയില് ഖുർആനിലില്ല പക്ഷെ ഹദീസിലുണ്ട് എന്നാണ്. അതായത് ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് ഉണ്ട് എന്ന് പറയാനാണോ ഇല്ല എന്ന് പറയാനാണോ അയാൾ ശ്രമിക്കുന്നത്? അതാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്. ഉള്ളൊരു സംഗതി പറയാനാണെങ്കിൽ ഖുർആനിൽ ഇല്ലെങ്കിലും അത് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ളുഹ്ർ നിസ്കാരത്തിനെ എതിർത്തിട്ട് ളുഹ്ർ എന്നുള്ള പേര് ഖുർആനിൽ ഇല്ല എന്ന് ആരെയും പറഞ്ഞ് പ്രസംഗിക്കലുണ്ടോ? അങ്ങനെയല്ലല്ലോ നമ്മൾ പ്രസംഗിക്കുക. ഹദീസിലുണ്ടെങ്കിൽ അത് പറയും. അപ്പൊ ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞപ്പോ അതെ, അയാളുടെ ആ പ്രയോഗം, ആ ശൈലി കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകാറ് എന്തിനാ ഈ പറഞ്ഞതെന്ന്. അയാൾ പറഞ്ഞെന്തിനാ അറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും, അത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട് എന്നും പറയും. വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചാണ്. അപ്പൊ മൂപ്പര് പറയാ ഖുർആനിൽ അങ്ങനെയല്ല, തഫ്സീറിലുണ്ട്. തഫ്സീർ എന്തിൻ്റെതാ? എന്താ ചങ്ങായിമാർ ഇങ്ങനെ പറഞ്ഞെന്ന് ആലോചിക്കണ്ടേ? ഖുർആനിലില്ല തഫ്സീർ എന്തിൻ്റെതാ? തഫ്സീറിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഖുർആനിൽ ഉണ്ട് തന്നെയാണ്. ഖുർആനിൽ ഉള്ളത് പറയാനാണ് തഫ്സീർ, ഇല്ലാത്തത് പറയാനല്ല. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ ഇല്ലാത്തത് പറയാനാണോ തഫ്സീർ? ഖുർആനിൽ ഉള്ളത് പറയാനാണ് തഫ്സീർ. പക്ഷേ തഫ്സീറിന്റെ സഹായമില്ലാതെ പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഖുർആനിൽ ഉള്ളത് നമുക്ക് കാണിച്ചു തരാനാണ് തഫ്സീർ. ഇല്ലാത്തത് പറയുന്ന തഫ്സീറോ? സുബ്ഹാനല്ലാഹ്. ഇല്ലാത്തത് പറയാതെ തഫ്സീർ ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പോ ഞാൻ പറയണതല്ല, ഈ പിന്നെ നമ്മളെ ജമാൽ കൊടുവള്ളിന്റെ ഒരു ബോധങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാളിപ്പോ ഇത്ര സ്ട്രോങ്ങിൽ അയാൾ പ്രസംഗിച്ച്, അയാളുടെ പ്രസംഗത്തിൽ അയാൾ ചോദ്യം ചെയ്യുക, പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ അല്ലാഹ് പറഞ്ഞിക്കണോ? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ കേൾപ്പിച്ചത്, അത് വേറെ വിഷയം. അതിന് വിശദീകരണം കൊടുത്തപ്പോ ജമാൽ കൊടുവള്ളി പറഞ്ഞത് വല്ലാത്തൊരു അത്ഭുതാട്ടോ. മൂപ്പര് പറഞ്ഞത് എന്തറിയോ? ഇയാൾ പറഞ്ഞതേ ഖുർആനിലെ ഇല്ല എന്നുള്ള തഫ്സീറിലൊക്കെ ഉണ്ടാകാം, ഹദീസിലും ഉണ്ടാകാം. എന്നാ അത് ബാലുശ്ശേരി പറഞ്ഞിക്കണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ വേറെ അതിനേക്കാൾ രസകരമായൊരു ചോദ്യം, നിങ്ങളിവിടെ മൗലിദ് ഖുർആനിലുണ്ടോ എന്നാ ചോദിച്ചത്. മൗലിദ് എന്നുള്ള പദം ഖുർആനിലുണ്ടോന്ന്. നോക്കിങ്ങള് ബാലുശ്ശേരിന്റെ പ്രസംഗത്തിന് മുമ്പ് ഒരു മറുപടി പറഞ്ഞാൽ എന്താ അറിയോ? ഖുർആനിലെ ഇല്ല വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല എന്ന് വരുമല്ലോ, ഹദീസിലുണ്ടായാ പോരേന്ന്. അപ്പൊ പൊന്നാര ചങ്ങാതി, മൗലിദും അങ്ങനെ തന്നെയല്ലേ? അത് ഖുർആനിൽ തന്നെ വേണോ? അല്ല, ഇനി ഹദീസിൽ മൗലിദ് എന്നുള്ള പദം തന്നെ വേണമെന്നാണോ നിങ്ങളെ വാദം? എന്നാ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം KNM ഖുർആനിലും ഹദീസിലുണ്ടോന്ന് കേട്ടാ, മറുപടി പറ. നിങ്ങളിപ്പോ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ബാലുശ്ശേരിയുടെ ക്ലിപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചു. എനിക്ക് അതിനോട് ഒരു ചോദ്യം കൂടി എന്നെ കൂടെ ചോദിക്കാണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു എന്റെ ചോദ്യം? ബാലുശ്ശേരിയുടെ ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഖുർആനിൽ അതില്ല പക്ഷെ ഹദീസിലുണ്ട് എന്ന് ബാലുശ്ശേരി പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കാൻ കഴിയുമോ എന്ന് എന്റെ ചോദ്യം. നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങൾ ബാലുശ്ശേരി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാന് ഖുർആനിലില്ലെങ്കിലും ഹദീസിലുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അയാൾ പറയണ ഭാഗം കൂടി ഒന്ന് കേൾപ്പിച്ചാൽ ക്ലിയർ ആയി. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചോളാം. അങ്ങനത്തെ ഒരു ഭാഗം അതിൽ ഇല്ലാതിരിക്കുകയും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയാതിരിക്കുകയും ഇത്രയും ഗൗരവത്തിൽ വളരെ ബോധത്തോടു കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയണമെന്ന് പറയുന്ന സുന്നികൾക്കെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ബാലുശ്ശേരി അത് ഖുർആനിൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ച് പ്രസംഗിക്കുമ്പോൾ അത് എന്തിനാണ് അയാളാ പറയുന്നത് എന്ന് അന്നം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലായോ? അതുകൊണ്ട് ഇനി നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ
നിങ്ങൾ അതിന്റെ ബാക്കി ഭാഗത്തുനിന്ന് ബാലുശ്ശേരി ഖുർആനിലില്ല പക്ഷെ ഹദീസിലുണ്ടെന്ന് പറയുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുണ്ടെങ്കിൽ അത് കേൾപ്പിച്ചോളൂ. ഞാൻ മൈക്ക് തരാം, കേൾപ്പിച്ചോളൂ. ഞാൻ വളരെ വ്യക്തമായി നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു പദമില്ല. അങ്ങനെ ഇല്ല എന്നതിന്റെ പേരിൽ അതില്ല എന്ന വാദവും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു പദം ഖുർആനിലോ ഹദീസിലോ ഇല്ല എന്നതിന്റെ പേരിൽ അത് ഇല്ലാതെ ആകുന്നില്ല. അത് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വസ്തുത പറഞ്ഞതാണ്. ഖുർആനിൽ അങ്ങനെ ഒരു പദമില്ല. റസൂലുള്ളാഹി സഹാബികളോ മൗലൂദ് എന്നുള്ള വാക്ക് കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ആചാരത്തിന്റെ പേര് പോലും കേട്ടിട്ടില്ല. ആ ഒരു സാങ്കേതികാർത്ഥത്തിൽ നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? തെളിച്ചോളൂ. അത് തന്നെയാണ് ബാലുശ്ശേരിയുടെ വിഷയത്തിലും എനിക്ക് പറയുവാനുള്ളത്. ബാലുശ്ശേരി ജമാലിക്കോട് പള്ളി ഇതിലൊക്കെ നല്ലത് കിടന്നുറങ്ങില്ലേ. കാരണം നിങ്ങള് അന്തല്ലാത്ത വിഷയം പറഞ്ഞ് സമയം കളയരുത്. ഖുർആനിലും ഹദീസിലും അങ്ങനത്തെ ഒരു പദം ഉണ്ടോ എന്നതാണോ നമ്മളെ ചർച്ച? നിങ്ങൾ പറഞ്ഞ അങ്ങനെ ചർച്ച ചെയ്യണതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഖുർആനിലും ഹദീസിലും ആ പദം ഇല്ലെങ്കിലും ആ പണി തെറ്റാണെന്ന് വരൂല. പിന്നെ എന്തിനാ പദം ഉണ്ടോ ഇല്ലെന്ന് ചർച്ച ചെയ്യണ്? ഇത് ഞമ്മക്ക് സുഹൃത്തെ, ഞമ്മക്ക് രണ്ടാക്കും തൊള്ളേ തോന്നിയത് പറയാതെ ആൾക്കാരൊക്കെ കേട്ടിരിക്കുവോ? നമ്മൾ ആവശ്യമുള്ളത് പറയണ്ടേ? ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ പറയേണ്ടത്. ഖുർആനിലും ഹദീസിലും അങ്ങനത്തെ ഒരു പദം ഉണ്ടല്ലേ? ആ ചർച്ചയുടെ ഫായിദ എന്താണ്? നിങ്ങൾ തന്നെ പറയാണ് ഖുർആനിലും ഹദീസിലും അങ്ങനത്തെ ഒരു പദം ഇല്ലാന്ന് വെച്ചാൽ ആ പരിപാടി പറ്റൂല എന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ പദം ഉണ്ടല്ലേ ചർച്ച ചെയ്യണ്? വല്ല ആവശ്യമുണ്ടോ? ഞാനിപ്പോ അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്തതിൽ അർത്ഥമുള്ളൂ. ഖുർആനിലും ഹദീസിലും അങ്ങനത്തെ ഒരു പദം ഉണ്ടല്ലേ, അതാണ് നമ്മൾ ചർച്ച. അങ്ങനെയാണെങ്കിൽ പദം ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടും അതിന്റെ നിയമത്തിൽ വ്യത്യാസം ഉണ്ടാകണം. പദമുണ്ട്, മൗലിദ് എന്നൊരു പദം ഖുർആനിലുണ്ട്, അതുകൊണ്ട് മൗലിദ് ഓതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഖുർആനിൽ ആ പദം ഉണ്ടോ ഇല്ല. ആ പദം ഖുർആനിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി മൗലിദ് ഓതാൻ പറ്റുമോ പറ്റൂല എന്ന് അതുകൊണ്ട് തീരുമാനാവൂല. പിന്നെന്തിനാ നമ്മൾ പദം ഉണ്ടോ ഇല്ലെന്ന് ചർച്ച ചെയ്യണം? അത് ഖുർആൻ ഓതുമ്പോൾ ആൾക്കാർ നോക്കിക്കോളും കേട്ടാ. ഖുർആൻ ഓതുമ്പോൾ ആളുകൾ നോക്കിക്കോളും. അത്ര വലിയ ബൂതി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പദം ഉണ്ടോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്തായിക്കോളും, ഖുർആൻ ഓതുന്ന നേരത്തെ ആളുകൾ ചെയ്തോളും. അതേസമയത്ത് നമ്മൾ ആ ചർച്ച നടത്തിയത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ഫായിദ വേണം. ഖുർആനിൽ ആ പദം ഉണ്ടോ ഇല്ലേ, ആ പദം ചർച്ച നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഫായിദ വേണം. അപ്പോ അത് നിങ്ങളൊന്ന് ഉറപ്പിക്കുക. എന്നൊരു ഫായിദ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്താൽ മതി. പദം ഉണ്ടോ ഇല്ലെന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു. ബാലുശ്ശേരിയുടെ ക്ലിപ്പിൽ അയാൾ ഖുർആനിൽ അതില്ല എന്നേ പറയുന്നുള്ളൂ, ഹദീസിലൊക്കെ മദ്ഹ് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അതിന്റെ വാക്കിനെ പറ്റി നിങ്ങൾ ഒരു വർത്താനം പറഞ്ഞില്ല. അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഫായിദിനെ പറ്റി പറഞ്ഞാൽ മതി കേട്ടോ. മൈക്കെടുത്തോളൂ. ആദ്യം ഈ ഫായിദിന് തീരുമാനം. പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയം തന്നെ ഒന്നുകൂടി പറയാം. മുജാഹിദ് ബാലുശ്ശേരി എന്നുള്ള ഒരു വ്യക്തിയല്ല മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തി മാത്രമാണ് അദ്ദേഹം. അതേപോലെ ഒരുപാട് വ്യക്തികളും പണ്ഡിതന്മാരുള്ള ഒരു കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ അനുവദനീയമാണ് എന്ന വാദം ഒരുപാട് സ്ഥലത്ത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയും പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. ഒരു വൈരുദ്ധ്യമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആ രൂപത്തിൽ പല നിങ്ങൾ ചെയ്യുന്നതുമാണ്. ഇതാണ് ഇനി മൗലിദ് എന്നുള്ള വിഷയം, പദത്തിന്റെ വിഷയം. ഞാൻ ആ വാക്ക് പറഞ്ഞത് എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയേണ്ടായ കാരണം എന്താണ്? റസൂലുള്ളാഹിയും സഹാബികളും ജീവിതത്തിലും ഒരിക്കലും മൗലിദ് കഴിച്ചിട്ടില്ല എന്ന വാദം ഇവിടെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അത് നിങ്ങളുടെ കവികൾ പോലും അത് എഴുതിയിട്ടുണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് അത് 300 ശേഷം വന്നതാ. അപ്പൊ 300 ശേഷമാണ് മൗലൂദ് എന്ന് പറഞ്ഞ പരിപാടി തന്നെയും വന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് മൗലിദ് എന്ന പദം റസൂലുള്ളാഹി സഹാബികളോ കേൾക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ഞാനിവിടെ പറഞ്ഞത്. എന്റെ വാദം നിങ്ങൾക്ക് ഗണ്ണിക്കുവാനോ അതേപറ്റി ഒരു എഞ്ചിനീയർ പറഞ്ഞ സഫാത്ത് അറബി, അതൊക്കെ നിങ്ങൾ എഞ്ചിനീയർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ടൈപ്പ് ചെയ്തത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പൊന്നാര ചങ്ങാതി, നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൗലിദ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിലില്ല. ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾ അവിടെ പ്ലേ വരക്കല്ലേ, ഇത് ശ്രദ്ധിക്ക്. മൗലിദ് എന്ന പദം പരിശുദ്ധ ഖുർആനിലില്ല. റസൂലും സഹാബത്തും ആ പദം ഇട്ട് കണ്ടിട്ടില്ല, ഓൽക്കിട്ട് പരിചയമില്ല. ആയിക്കോട്ടെ, അതൊരു ഭാഗത്തോടെ ഇരിക്കട്ടെ. ഇത് പറയണ നിങ്ങൾ എന്താ പറയണേ? അങ്ങനെ ഒരു പദം ഖുർആനിലില്ല, നബിയും സ്വഹാബത്തും ഉപയോഗിച്ചിട്ടോ കേട്ടിട്ടോ അല്ല എന്ന കാരണം കൊണ്ട് തെറ്റാണെന്ന് വരില്ല നിങ്ങളെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കുകയാണ്
ഞാനിത് പറയണതിൽ ഫായിദ ഉണ്ട്. പദം ഖുർആനിലുണ്ടോ ചോദിക്കണതിൽ ഫായിദ ഉണ്ട്. എന്താ ഇതിന്റെ ഫായിദ? അങ്ങനെ ഒരു പദം ഖുർആനിലും ഇല്ല, നബിയും സഹാബത്തും അതൊട്ട് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ പണി പിന്നുണ്ടായതാന്ന് വരൂല. പണി പിന്നുണ്ടായതാന്ന് വരൂല ചങ്ങാതി, പദം പിന്നുണ്ടായതാന്നേ വരുള്ളൂ. എന്തൊരു കഷ്ടാണത്. ഹേയ് 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 ഹേയ്, ഇത് എന്താണെന്ന് മനസ്സിലാകാത്തത്? ആ പദം ഖുർആനിലില്ല, ആ പദം നബിയും സഹാബത്തും കേട്ടിട്ടില്ല, എന്നാ എത്ര വരുള്ളൂ? ആ പദം പിന്നുണ്ടായതാന്നേ വരുള്ളൂ, ആ പണി പിന്നുണ്ടായതെന്ന് എങ്ങനെ വരിക? അങ്ങനെ എത്ര പദം ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എത്ര പദമുണ്ട് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇല്ലാത്ത എത്ര പദം? മുക്കല്ലഫ് എന്ന പദം, ഞാൻ ചോദിക്കട്ടെ, മുക്കല്ലഫ് എന്ന പദം പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. അപ്പൊ ആ പദം പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒറ്റ മുക്കല്ലഫും ഇല്ല എന്നല്ല, അന്ന് മുക്കല്ലഫ് ഉണ്ട്, എല്ലാവരും മുക്കല്ലഫീങ്ങളാ. ആ പദം പിന്നീട് വന്നാണെന്ന് വരും. അപ്പൊ സംഗതി എന്തുണ്ടോ എന്നാലും ഇത് അനുവദിക്കപ്പെട്ടതാണ്. പദം പിന്നീട് ഉണ്ടായതാ. നിങ്ങളടുത്ത് എന്തൊക്കെ പണിയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നടത്തണ എന്തൊക്കെ പണിയുണ്ട്? സാൽവേഷൻ എന്നൊരു പദം പരിശുദ്ധ ഖുർആനിലും ഹദീസിലുണ്ടോ? റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? നിങ്ങൾ എങ്ങനെയാ പണി നടത്തിയത്? അതൊന്ന് പറയും കേൾക്കട്ടെ. ഖുർആൻ പരിഭാഷ എന്നൊരു പദം ഉണ്ടോ ഹദീസില്? ഖുർആൻ പരിഭാഷ എന്നൊരു പദം ഖുർആനിലുണ്ടോ? നിങ്ങൾ ആ പണി പിന്നുണ്ടാക്കിയതല്ലേ? അതെങ്ങനെയാ പിന്നെ പറ്റിയത്? അപ്പൊ പദം പിന്നുണ്ടായത് കൊണ്ട്, പദം ഖുർആനിലും ഹദീസിലും ഇല്ലാത്തത് കൊണ്ട് അത് പാടില്ല എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് മൂപ്പര് പറയാ? എന്ത് കറക്റ്റ് സമ്മതിച്ചു? എന്ത് സമ്മതിക്കാനുള്ളത്? സമ്മതിച്ചും കൂടി ഒന്ന് പറഞ്ഞോളി കേട്ടോ, സമ്മതിച്ചതും കൂടി ഒന്ന് പറഞ്ഞോളി. ഞാൻ ഇപ്പൊ പറഞ്ഞ സംഗതി എന്താ വെച്ചാല്, പദം പരിശുദ്ധ ഖുർആനിലോ ഏത് പദമാകട്ടെ, മൗലിദ് എന്നുള്ള പദം മാത്രമല്ല, ഏതൊരു പദമാകട്ടെ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ലാന്നിരിക്കട്ടെ എന്നതുകൊണ്ട് ആ പദം പിന്നീടുണ്ടായതാ എന്നേ വരൂ. മനസ്സിലായോ? ആ ഒരു പേര് പിന്നുണ്ടായതാന്ന് വരും, അല്ലാതെ എന്ത് വരൂല? ആ സംഗതി പിന്നുണ്ടായതാന്ന് ഉണ്ടാവില്ല, അതുകൊണ്ട് വരൂല. അത്രയല്ലേ വരുള്ളൂ. അവിടെ നിങ്ങൾ എന്താ സമ്മതിച്ചു പറഞ്ഞാൽ സമ്മതിച്ചൊക്കെ ഒന്ന് കേൾക്കട്ടെ. അടുത്ത സ്വഭാവത്തിന്റെ പോരട്ടെ മൈക്ക് എടുത്തോളി. ഞാൻ സമ്മതിച്ചത്, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് സമ്മതിച്ചത്. അതായത് ഒരു പദം ഖുർആനിൽ ഇല്ല എന്നതിന്റെ പേരിൽ ഇല്ല പറഞ്ഞ് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞത്. അപ്പോ ഏതോട്ടെ, വിഷയം ചുരുക്കുകയാണ്. ഈ മൗലിദ് പണ്ടേ ഉണ്ട്, ആ പദം പിന്നെ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയുകയുണ്ടായി. അത് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെയാണ് അതുള്ളത്? അത് തെളിയിച്ചോളൂ. അത് തെളിയിക്കുന്നതിന് മുമ്പ് മൗലിദ് എന്താണെന്ന് നിങ്ങൾ പറയണം. ഞാൻ ആദ്യമേ പറഞ്ഞു, മൗലിദിന്റെ താരീഫ്, നിർവചനം നിങ്ങൾ ഇവിടെ പറയണം. മൗലിദുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ വിശ്വാസങ്ങളും ആചാരങ്ങളും റസൂലുള്ളാഹിന്റെയും സഹാബികളുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ മൗലിദ് ഉണ്ടായി എന്ന് തെളിയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മൗലിദിന്റെ ഏതെങ്കിലും ചില സ്പെയർ ഭയങ്കര ആളെന്റെ കുട്ടിയെ കേട്ടാ. റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളി ഉണ്ട് എന്ന് തിരിയണമെങ്കിലേ നമ്മളെ പള്ളിന്റെ മാതിരിയുള്ള മെഹ്റാബും മെമ്പറും മിനാരൊക്കെ അന്ന് ഉണ്ടായിന്ന് തെളിയിക്കപ്പെടണം എന്നാ മൂപ്പര് പറഞ്ഞത്. ഇവര് പറഞ്ഞേട്ടാ, മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ട് എന്ന് തെളിയിക്കണ പേര് പിന്നെ ഉണ്ടായതാ, ആയിക്കോട്ടെ നമ്മൾ സമ്മതിച്ചരാം. പക്ഷെ ആ പണി അന്നുണ്ട് നാളിലപ്പം നിങ്ങൾ പറയണത്. ജമാൽ കൊടുവള്ളിന്റെ ചോദ്യട്ടാ, നിന്റെ ചോദ്യല്ലേ? ജമാൽ കൊടുവള്ളി ഇപ്പൊ നമ്മൾ ചോദിച്ചതാണ്, പേര് പിന്നുണ്ടായതാണ് നമ്മൾ സമ്മതിക്കാം. എവിടെ ആ പണി അന്നുണ്ട് നാളെ പറയണത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മൗലിദ് ഏതാങ്ങളൊന്ന് പറഞ്ഞേരി. അതിന്റെ മുന്നേ നിങ്ങൾ മൗലിദിന്റെ നിർവചനം എന്ന് പറയണം. എന്നിട്ട് ആ മൗലിദ് ഏതാന്ന് പറഞ്ഞു തരണം. അത് പറഞ്ഞിട്ട് മൂപ്പർ ഒന്നുകൂടി പറയാട്ടോ, നിങ്ങൾ ഈ മൗലിദിൽ നടത്തുന്ന രൂപവും ഭാവവും ചിന്തയും പരിപാടികളും എല്ലാം ഉണ്ടല്ലോ, എന്തൊക്കെ മൂപ്പർ പ്രയോഗിച്ചിന് കുറെ വാക്കുകൾ, അതൊക്കെ ഉള്ള റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മൗലിദ് പറഞ്ഞത് അപ്പോഴേ അത് മൗലിദാവുള്ളൂ. അല്ലാതെ അതിന്റെ സ്പെയർ പാർട്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോ നമ്മളെ ജമാൽ കൊള്ളിന്റെ ഇത്തിക്കാദ് അനുസരിച്ചും പല വിശ്വാസം അനുസരിച്ച് ഒരു പള്ളി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാകണം? നമ്മളെ കാലത്തുള്ള പള്ളിന്റെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന കാലത്ത് പള്ളി ഉണ്ടോ? സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയില്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പള്ളി. നമ്മളെ കാലത്തും പള്ളിയുണ്ട്. നമുക്ക് ഈ പള്ളി ഉണ്ടാക്കാൻ പ്രചോദനമായത് ഏതാ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായ പള്ളികളാ. അപ്പോ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളികളും നമ്മളെ പള്ളികളും തമ്മിൽ നോക്കുമ്പോ മൗലിദ് പറഞ്ഞ മാതിരി തന്നെ എല്ലാ സംഗതികളും അന്നത്തെ മൗലിദിൽ എന്തൊക്കെയുള്ളത് അതന്നെ ഇന്നത്തെ മൗലിദ് എന്തൊക്കെയുള്ളത് അതന്നെ അന്നും വേണം. ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പള്ളിയിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ അന്നും വേണ്ടേ? അപ്പൊ അന്നത്തെ പള്ളിക്ക് മെഹ്റാബ് വേണ്ടേ, മെമ്പർ വേണ്ടേ, മുനാരം വേണ്ടേ, ഹൗല് വേണ്ടേ, എന്തൊക്കെ വേണ്ടി വരും പിന്നെ ജമാൽ കൊടുവള്ളി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ
ആ സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് തന്നെ പള്ളിക്ക് പ്ലാൻ വരക്കാൻ ജമാൽക്കോട് പള്ളി പോണ്ടിരുന്നു. എന്നാ പിന്നെ കുറെ പ്രശ്നങ്ങൾ തീർന്നിനി. നിങ്ങളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സംഗതി വലിയ ബുദ്ധിമുട്ടാ നിങ്ങൾ പറഞ്ഞനുസരിച്ച്. കാരണം ചില വിഷയത്തിന് ഇതാണ് ഞാൻ പറഞ്ഞത്, മുജാഹിദിന് ഇരട്ടത്താപ്പാണ്. ഇതാ ഞാൻ പറഞ്ഞ മുജാഹിദിന് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞാല് ഓൾക്ക് വേണ്ടപ്പെട്ട ചില വിഷയങ്ങളുണ്ടാവും. ആ വിഷയത്തിലൊക്കെ എന്ത് മതി, അടിസ്ഥാനം റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായാൽ ബാക്കിയുള്ളതൊക്കെ ഓൾക്ക് കൂട്ടിയുണ്ടാക്കാം. ഞാൻ 100 ഉദാഹരണം പറഞ്ഞുതരും. എന്നാ സുന്നിയൊക്കെ അങ്ങനെ പോരട്ടോ. സുന്നികളെ എന്ത് പരിപാടിക്കും നമ്മളെ ഒരു പരിപാടി ഇവിടെ നടത്തുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം മാത്രം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായാൽ പോരാ, അതിന്റെ എല്ലാ സംഗതികളും ഇപ്പൊ ഉള്ളതുപോലെ അന്ന് വേണം. തലക്കിണി വെക്കണം. എന്തിന്? കിതാബ് വെക്കാൻ മൗലിദിന്റെ. എന്നിട്ട് അതിന്റെ മേലെ കിതാബ് കയറ്റി വെക്കണം. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? റസൂലുള്ള തലക്കിണി വെച്ചിട്ട് അതിന്റെ മേലെ കിതാബ് അതേമാതിരി വെച്ചതിനുള്ള തെളിവ് വേണം. പിന്നെ പായിട്ടിരിക്കണതിനുള്ള തെളിവ് വേണം. മനസ്സിലായോ? എല്ലാ സംഘം സുന്നികളുടെയാണെങ്കിൽ അങ്ങനെ, മുജാഹിദിന്റെ ആണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നുമല്ല. മുജാഹിദിന്റെ ആണെങ്കിൽ പിന്നെ എന്ത് മതി, എവിടെങ്കിലും ഒന്ന് ഒത്താ മതി. അങ്ങനെ ഉണ്ടല്ലോ, പണ്ട് പ്രമേഹ രോഗിനോട് ഡോക്ടർ പറഞ്ഞ മാതിരിയാ. ഈ പ്രമേഹമുള്ള ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭക്ഷണമൊക്കെ കുറച്ച് കുറക്കണം, രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി പറഞ്ഞു. മൂപ്പരെന്തോ ആയിക്കോട്ടെ ഇനി ചപ്പാത്തി കഴിച്ചോളാറുണ്ട്. അങ്ങനെ തടി ഇങ്ങനെയൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. രണ്ടാമത് കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഒന്നുകൂടി തൂക്കി നോക്കിയിട്ട് ഒരു മാറ്റം വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്ത് നിങ്ങള് ചപ്പാത്തിയില്ലേ കഴിക്കല്? എത്ര എണ്ണം കഴിക്കുന്ന വെച്ചപ്പോ 12 എണ്ണം കഴിക്കുന്നല്ലോ. അല്ല, ഡോക്ടർ പറഞ്ഞു അതൊന്നും വേണ്ട, 12 എണ്ണം നിങ്ങൾ ചുരുക്കി കൊണ്ടുവരണം. നിങ്ങൾ 6 എണ്ണം കഴിച്ചാൽ മതി പറഞ്ഞല്ലോ. മനസ്സിലായോ? 6 എണ്ണം കഴിക്കാൻ പറഞ്ഞപ്പോ മൂപ്പരെന്താക്കി, ചപ്പാത്തി 6 എണ്ണാക്കി മാറ്റിയിട്ട് രണ്ടാമത്തെ തൊട്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ അപ്പോഴും മൂപ്പര് തടിക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്ത് നിങ്ങൾ എന്താ ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ, കുറച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. കുറച്ചിന് 6 എണ്ണേ കഴിക്കുമല്ലോ പറഞ്ഞല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നാ ഇനിയിപ്പോ 6 എണ്ണം കഴിക്കണ്ട, ഇനി 3 എണ്ണം കഴിച്ചാൽ മതി പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ 3 എണ്ണാക്കി കുറച്ച് നോക്കുമ്പോഴും മൂപ്പര തടിക്ക് യാതൊരു മാറ്റവും ഇല്ല, വെയിറ്റ് ഒട്ട് കുറയണില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തപ്പം നിങ്ങൾ യാതൊരു കുറവും കുറക്കാത്ത, ഇനി 3 എണ്ണം കഴിക്കണ്ട, ഇനി നിങ്ങൾ 2 എണ്ണം കഴിച്ചാൽ മതി പറഞ്ഞല്ലോ. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞ, സാറേ 2 എണ്ണാക്കി ചുരുക്കിയത് വെന്തിട്ടാൻ പണിയാണ് പറഞ്ഞത്. കാരണം ഈ 12 എണ്ണം ഉണ്ടാക്കണ അതേ മാവ് കൊണ്ടാണ് ഇപ്പൊ മൂപ്പര് 3 എണ്ണം ഉണ്ടാക്കി കഴിക്കണതേ. മനസ്സിലായില്ലേ? ഇനിയിപ്പോ 2 എണ്ണാക്കി കുറച്ചെന്താവൂല, ഉള്ളു വെന്തിട്ടൂല പറഞ്ഞത്. എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ നമ്മളെ ബര കഥ. ഈ മുജാഹിദിന്റെ കഥ എങ്ങനെ, എന്ത് സംഗതി പറഞ്ഞാലും ഓലത് അങ്ങനെ തന്നെ. ഓലത് ഇങ്ങനെ, അത് പേരെന്തൊക്കെ മാറ്റിയാലും ശരി, അത് ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കും. അത് 12 എന്ന് പറഞ്ഞാലും 6 എന്ന് പറഞ്ഞാലും 3 എന്ന് പറഞ്ഞാലും 2 എന്ന് പറഞ്ഞാലും മാവ് ഇതൊക്കെ ഒന്ന് തന്നെ. ഇതാണ് പോലെ കഥ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ജമാൽ കൊടുവള്ളിന്റെ ആ തിയറി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരു സംഗതി നമുക്ക് നടത്തണമെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന എല്ലാ വിശദാംശങ്ങളും ഒപ്പിച്ചെന്നെ അന്നുണ്ടാകണം, എന്നെങ്കിലും അത് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ് ചില വിഷയങ്ങൾക്ക്. എന്നാൽ ഇവര് നടത്തുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഓലെടുത്തതിന് നേരത്തെ പറഞ്ഞ പേരുണ്ടായാൽ മതി. ഓല് നടത്തുന്നതിന് അന്ന് പേരുണ്ടായാൽ മതി, വേറൊന്നും ആവശ്യമില്ല. ഈ ഒരവസ്ഥ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹ്, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെന്താ മൗലിദ് എന്ന് പറഞ്ഞാല് അതിന്റെ എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും രീതികളും എല്ലാം ഉണ്ടായിട്ട് കാണിച്ചു തരണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അറിയാം. അതല്ല മാഷ, നിങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. മൗലിദ് നിങ്ങൾ നടത്തുന്ന ആചാരങ്ങളും രീതികളും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടാകണം എന്നാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത്. മനസ്സിലായോ? അതെന്താ ഞങ്ങൾക്ക് മാത്രമേ പ്രത്യേകത, നിങ്ങൾ നടത്തുന്ന പരിപാടിക്കൊക്കെ അതുണ്ടോ? അപ്പൊ ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയല്ല, ഞങ്ങൾക്കൊരു ഉസൂലുണ്ട്. ഞങ്ങളുടെ ഉസൂൽ എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു പരിപാടി ഏതൊക്കെ രീതിയിൽ നടന്നു എന്നുള്ളതല്ല വിഷയം. പിന്നെ റസൂലിന്റെ കാലത്ത് ശറയിൽ അംഗീകരിക്കപ്പെട്ട ഒരു പരിപാടി, അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ശറഇന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായ ഒരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അത് ശറഇന്റെ നിയമങ്ങൾക്ക് അനുസൃതമാണോ അത് നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ തീരുമാനം, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എക്കാലത്തും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളാണെങ്കിലോ ചില വിഷയങ്ങൾ നിങ്ങളത് അംഗീകരിക്കണം, ചില വിഷയങ്ങളിൽ നിങ്ങളത് അംഗീകരിക്കും, ചില വിഷയങ്ങളിലോ നിങ്ങളതിനെ എതിർക്കും ചെയ്യും. നിങ്ങൾ എതിർക്കണമെങ്കിൽ ഒറ്റ ഷർത്തേ ഉള്ളൂ, അത് സുന്നികൾ നടത്തണാണ് എതിർക്കും, നിങ്ങൾ നടത്തണാണ് അംഗീകരിക്കും ചെയ്യും. അവിടെ ഇതൊരു ഉസൂല. ഏത്
ഒരു പരിപാടി അനുവദിക്കപ്പെടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ ഇല്ല എന്നുള്ളതല്ല അതിന്റെ വിഷയം. പിന്നെന്താ, ശറഇന്റെ നിയമങ്ങൾക്ക് അത് അനുസൃതമാണോ അല്ലയോ, അവിടെയാണ് അതിന്റെ വിഷയം. അനുസൃതമാണോ അത് നടത്തുന്നതിനൊരു കുഴപ്പമില്ല. അപ്പൊ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോളൂ നിങ്ങൾ. എന്താ മൗലിദ് പറഞ്ഞാൽ? മൗലിദ് ഓതുന്നവരോട് ചോദിച്ചോക്കി എന്താ മൗലിദ് പറഞ്ഞാൽ. ജമാൽകൂട് പള്ളി എപ്പോഴെങ്കിലും മൗലിദ് കൂടിയണോ? ഒന്ന് ടൈപ്പ് ചെയ്താൽ തിരക്കടില്ല. നിങ്ങൾക്ക് മൗലിദ് അറിയോക്കാനാ, നിങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിൽ ഞാനിവിടെ സംസാരിച്ചത്. ജമാൽകൂട് പള്ളി എപ്പോഴെങ്കിലും ഒരു മൗലിദ് ഓതി വെക്കണോ? ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ടാവും, എന്നാലും അല്ല ജമാൽകൂട് പള്ളി ഇത് കേൾക്കണില്ലേ? നിങ്ങൾ മൗലിദ് ഓതിയത്ര ഞങ്ങൾ ഓതിയിട്ടില്ല, ആയിക്കോട്ടെ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ ഓതിയത്ര നിങ്ങൾ ഓതി, നിങ്ങൾ എന്തായാലും കണ്ട്. എന്നാൽ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് നിങ്ങളെ മൗലിദിൽ എന്താ കണ്ട്? പിന്നെ വേഗം തീരും, എളുപ്പമുണ്ടല്ലോ പരിപാടി. ഞാൻ എന്താ അറിയോ, ഇത് മൗലിദ് തീരെ കാണാത്തൊരു കുട്ടിയാണ്, ഇത് തലക്കെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനാണ് നിങ്ങൾ മൗലിദ് ഓതിക്കണോ ഇല്ലേന്ന് ചോദിച്ച്. ഞങ്ങൾ മൗലിദ് ഓതലുണ്ട്. അപ്പൊ ഞങ്ങൾ മൗലിദിൽ കണ്ട എന്താ വെച്ചാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെ കേട്ടോ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ് മൗലിദ് കണ്ടിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഓതുന്നതിനാണ് ഞങ്ങൾ മൗലിദ് ഓതുക എന്ന് പറയുന്നത്. മൗലിദ് എന്നുള്ള പദം പിന്നെ എന്തുകൊണ്ട് വന്നു അത് വേണമെങ്കിൽ ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം. മൗലിദിന്റെ ഉദ്ദേശം എന്താ ഞങ്ങളിപ്പോ ചോദിച്ചത്. മൗലിദ് എന്താ സംഗതി ഞങ്ങൾ ചോദിച്ചത്, അതിന് നിർവചനം പറയാനാ പറഞ്ഞത്. മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ തന്നെയാണ് മൗലിദ് പറഞ്ഞാൽ. വേറൊരു സംഗതിയിലില്ല. അതിൽ എന്തുണ്ടാവും? പദ്യം ഉണ്ടാവും, ഗദ്യം ഉണ്ടാവും, അത്രയുള്ളൂ. മനസ്സിലായോ? അത്ര ഉള്ളൊരു സംഗതിക്കാണ് എന്ത് പറയുന്നത് റസൂലുള്ളാഹിന്റെ മൗലിദ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ ഞങ്ങളെക്കാളും കുറെ ഓതിക്കണല്ലോ മൗലിദ്. അതുകൊണ്ട് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹല്ലാത്ത വേറെ എന്തെങ്കിലും സംഗതി മൗലിദിലുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓതിയ മൗലിദ് ഏതാ നമുക്കൊന്ന് നോക്കാലോ കേട്ടോ. അപ്പൊ സംഗതി ഇതാണ്. മൗലിദ് എന്ന് പറഞ്ഞാല് അത് ഓതാന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ധാരാളം സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് പരിചയമുണ്ട്. അത് മതി അതിനുള്ള തെളിവ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയുണ്ട്. നിങ്ങളെ ബാലുശ്ശേരി പറഞ്ഞിട്ടില്ലേ ഖുർആൻ ഒരു സ്ഥലത്തും അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്ന്? അത് ബാലുശ്ശേരിക്ക് അന്തല്ലാത്തതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അന്തല്ലാത്തതിന്റെ വേക്ക് കൂടെ നമ്മളും കൂടെ അന്തം പോവും, അത്രയേ ഉള്ളൂ. അപ്പൊ ബാലുശ്ശേരിക്ക് അന്തല്ലാത്തതുകൊണ്ട് പറഞ്ഞാണ് എന്ത്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പലതവണ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ബാലുശ്ശേരിക്ക് അതറിയാത്ത കുഴപ്പമേ ഉള്ളൂ. അപ്പൊ ഈ മദ്ഹ് പറയുന്നതിനാണ് മൗലിദ് പറയുക എന്ന് പറഞ്ഞത്. മദ്ഹ് പറയാൻ തന്നെ അത് പദ്യമായിട്ടും പറയാം, ഗദ്യമായിട്ടും പറയാം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ അത്രയും മൗലിദിലുള്ളൂ. നിങ്ങൾ ഓതിയ മൗലിദ് അതിൽ വല്ലത് വേറെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്ക് ആയിക്കോട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലാണ് മൗലിദ്, അതല്ലാണ്ട് വേറൊരു സംഗതിയും അതിലില്ല നിങ്ങൾ പറഞ്ഞു. വേറെ ഒരുപാട് സംഗതി ഉണ്ട്. വേറെ അതിൽ ഖുർആനോത്തുണ്ട്, സലാത്തുണ്ട്, ഭക്ഷണം കൊടുക്കലുണ്ട്, കൈമടക്ക് കൈക്കൂലി കൊടുക്കലുണ്ട്. ശരി, അതൊന്നും അല്ല എന്റെ ചർച്ചാ വിഷയം. അതുണ്ടാകാമില്ലായിരിക്കാം. എനിക്ക് എന്നാലും ഇനി ചോദിക്കാനില്ല. ഞാനൊരു പോയിന്റിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയാണ് ഇത്രയും നേരം. പക്ഷെ നിങ്ങൾ വരുന്നില്ല. നിങ്ങൾക്കറിയാം അവിടെ കുറച്ച് കുഴപ്പമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ കരുതിക്കൂട്ടി വരാതിരിക്കുകയാണ്. ഏതാവട്ടെ, ഞാൻ ആ പോയിന്റ് അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്. മൗലൂദിൽ വേറൊരു സംഗതി ഇല്ല നിങ്ങൾ പറഞ്ഞു. മൗലൂദിന്റെ ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ എന്ന മാസത്തിന് നിങ്ങൾ പോരിശ കൽപ്പിക്കുന്നു എന്നതാണ്. ഇല്ല എന്ന വാദം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ. ഉണ്ട് എന്ന വാദമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉണ്ട് എന്നുള്ള വാദം പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിനുള്ള തെളിവ് തരിക. അതല്ല, അപ്പോ അതാണ് മൗലിദ് മാസത്തിനുള്ള പ്രത്യേകതയും മൗലിദും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ഒരു വാദത്തെ നിങ്ങൾക്ക് ആ ഒരു എന്താ ജമാൽ കൊടുവള്ളി പറഞ്ഞത്? ആ എഞ്ചിനീയറിംഗ് പഠിച്ച നേരം ലോജിക്ക് പഠിക്കാൻ പോയിക്കൂടെ? എന്നാ അതൊക്കെ കുറച്ചുകൂടി വേഗം തിരിക്കുന്നില്ലോ. എന്താ പൊന്നാര ഹബീബി, മൗലൂദിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല വിഷയം. മൗലൂദിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാ പറയാ? എന്താന്ന് പറഞ്ഞിട്ട് നിങ്ങള് മരണം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ നിർവചനം എന്ന് പറഞ്ഞിട്ടെ. മരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ നിർവചനം അനുസരിച്ച് ഭയങ്കര സംഗതിക്കാരത്. ആസ്പത്രി കൊണ്ടുപോകലും റൂഹ് പോകലും വെന്റിലേറ്ററിൽ കിടക്കലും പിന്നെ റൂഹ് പോകലും അവിടുന്ന് കൊണ്ടുവരലും അത് കഴിഞ്ഞിക്കാണ്ട് അനൗൺസ്മെന്റ് ചെയ്യലും കുളിപ്പിക്കലും കഫൻ ചെയ്യലും കബർക്ക് ഇറക്കലും ഒക്കെ നിങ്ങൾ മരണത്തിന്റെ നിർവചനത്തിലൊന്നുമില്ല. അക്കോലത്തിലാണെങ്കിൽ അല്ലെ കൈമടക്ക് വരെ മൗലൂദിലുണ്ടെങ്കിലും പറയും. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ജമാൽ കൊടുവള്ളി എന്നാ പിന്നെ അന്ന് പറഞ്ഞാട്ടങ്ങള് കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം തന്നിക്കാട്ടങ്ങള്. കല്യാണത്തിന്റെ നിർവചനം ജമാൽ കൊടുവള്ളിനോട് ചോദിച്ചപ്പോ എണ്ണും. എവിടെ മുതലാ തുടങ്ങുക? പഠിച്ചോനെ, സംഗതി ഇപ്പം നിർവചനം തീർക്കണമെങ്കിൽ കുറച്ച് ദിവസം കാത്തിക്കേണ്ടി വരും.
മനസ്സിലായോ? അവസാനം മുമ്പും പിമ്പുള്ള രണ്ട് കയ്യകളും അതിൻ്റെ ഇടയ്ക്കുള്ള തുന്നലൊക്കെ നിർത്തിയിട്ട് മൂപ്പര് കല്യാണത്തിന്റെ നിർവചനം നിർത്തുള്ളൂ. പൊന്നാര ചങ്ങാതി, അതൊന്നും നിർവചനത്തിൽപ്പെട്ടതല്ല. മനസ്സിലായോ? നിർവചനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണ്ടേ? നിർവചനം 4 തരം നിർവചനം ഉണ്ട്, പഠിച്ചു വെച്ചോ. ഇതൊരു സംഗതി അറിയില്ല. നിർവചനം എന്ന് പറഞ്ഞാൽ 4 തരം നിർവചനം ഉണ്ട്. അർ റസ്മു താമു, അർ റസ്മു നാക്കിസു, വൽ ഹദ്ദു താമു, വൽ ഹദ്ദു നാക്കിസു. ഇങ്ങനെ 4 തരം നിർവചനമുണ്ട് എന്നാണ് നിർവചന സംബന്ധമായ ഇൽമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിവരം. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ നിർവചനം ഞങ്ങളെ ഭാഷ, മൂല്യമാരുടെ ഭാഷയെ പറയും അറലാമോണ്ട് നിർവചനം പറഞ്ഞാൽ ആ നിർവചനം ഒരു സംഗതിയല്ല, അത് സ്വീകരിക്കപ്പെടാനേ പറ്റൂല, നിർവചനം ആവൂല്ല. മനസ്സിലായോ? കണ്ടോ, മൗലിദിന്റെ അടിസ്ഥാനം മൗലിക ഭാഷത്തിന്റെ പോരിശയാണ് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയാണ്. മൗലിക മാസത്തിലാണോ മൗലികയില്? അങ്ങനെയാണോ? ഞാനിപ്പോ ഞാൻ സത്യം പറയാനുള്ള, ഇന്നിപ്പോ ഞാനൊരു മൗലിദ് ഓതിയിട്ടില്ല. ഇത് മൗലിക മാസം എവിടുന്നാണ് ഈ ചങ്ങായി വരുന്നത്? നമ്മളെ ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും മൗലിദ് ഓതുന്നുണ്ട്. എന്റെ ഓൺലൈനിൽ എല്ലാ ദിവസവും മൗലിദ് മാസ? പൊന്നാരി ചങ്ങാതി മൗലിദ് ഇല്ലേ സുഹൃത്തുക്കൾ? നമ്മുടെ ഈ ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും മൗലിദ് ഇല്ലേ? എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് റൂമിൽ മൗലിദ് അല്ലേ? എല്ലാ ദിവസവും മൗലിദ. അതെന്താ മൗലിദ് മാസ? അപ്പൊ നിങ്ങൾ ഓരോന്നാണ് വിചാരിക്കുക. നിങ്ങൾ എന്താക്കാ വിചാരിക്കുന്നിട്ട് ഇങ്ങനെ കാച്ചുക. അതുകൊണ്ട് എന്താ കാര്യം? അതാ ഞാൻ പറഞ്ഞത്, മൗലിദിന്റെ നിർവചനം ചോദിച്ചാൽ മാസം ഇതിൽ കയറൂല. പഠിച്ചു വെച്ചോ. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം എന്താന്ന് വെച്ചാൽ ളുഹറിന്റെ വക്തി ആരെയും പറയലുണ്ടോ? അസറിന്റെ വക്തി ആരെയും പറയലുണ്ടോ? ഇല്ല. അക്വാലും അഫ്വാലും മഖ്സൂസ ആണ്. അങ്ങനെ നിസ്കാരത്തിന്റെ വക്തി അറിയാ. നോമ്പിന്റെ നിർവചനം എന്താ വെച്ചാൽ റമദാൻ മാസത്തേക്ക് വരില്ല, റമദാനിലാണ് പ്രത്യേക നോമ്പുള്ളത്, അല്ലേ? നമുക്കറിയാലോ, നോമ്പിന് ഏറ്റവും പ്രാധാന്യമുള്ളത് ഫർദ് നോമ്പിന് റമദാനും സുന്നത്ത് നോമ്പിന് മുഹറമുമാണ് എന്ന് വെച്ചിട്ട് നോമ്പിന്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ നിർവചനം പറഞ്ഞിടത്ത് റമദാനോ മുഹറമോ കടന്നു വരുമോ? എന്താ നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ തിരിയണ്ട? സാരല്ല, മുജാഹിദായി പോയില്ലേ കേട്ടാ, സങ്കടല്ല, മുജാഹിദായി പോയില്ലേ. ഇങ്ങനെയൊക്കെ പറയും. നിർവചനം എന്താന്ന് അറിയില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? അപ്പൊ മൗലിക് എന്താന്നുള്ളത് വേറെ, റബീഉൽ അവ്വലിന്റെ പ്രത്യേകത വേറെ. അത് രണ്ട് സംഗതിയാണ്. അത് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ മൗലിദിലുള്ളത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഓതാൻ ആരും റബീഉൽ അവ്വലിന് കാത്തിക്കല്ല. ആരങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുറെ ഓതിക്കണേ, എവിടെയാണ് നിങ്ങൾ ഓതിയെന്നുള്ളതുണ്ട്. മനസ്സിലായോ? ഞങ്ങളെ മൗലിദ് ഇവിടെ നമ്മളെ ക്ലാസ് റൂമിലെ മൗലിദ് ഓതും റബീഉൽ അവ്വലിലെ ഓതില്. നിങ്ങളെ ചർച്ച ഇവിടെ നിൽക്കട്ടെ. റബീഉൽ അവ്വൽ മാസത്തിന് പോരിശുണ്ടോ ഇല്ലെന്ന് അത് നമുക്ക് ചർച്ച പറയാം കേട്ടാ. ഉത്തരമൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. നിങ്ങളെ ചോദ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഉത്തരം പറഞ്ഞപ്പോ തുടങ്ങിയ ചർച്ച ഉണ്ടല്ലോ, അതെവിടെ എത്തി? അത് നല്ല തമാശ. മൂപ്പരിപ്പൊ കുടുങ്ങിക്കണം, മൗലിദ് തീർച്ചയെ കുടുങ്ങി. അതുകൊണ്ട് മൂപ്പര് എന്താക്കണം, മൗലിദിൽ നിന്നുകൊണ്ട് തടി ഊരിയിട്ട് മൂപ്പർക്ക് റബീഉൽ അവ്വൽ കൊണ്ട് വരണം. അതവിടെ നിൽക്കട്ടെ. ഇന്ന് മൗലിദ്, നാളെ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇന്നത്താണ് തീരട്ടെ ബീബി, എന്നിട്ടല്ലേ നാളെ നമുക്ക് റബീഉൽ അവ്വൽ. ഇന്നത്തെ ചർച്ച മൗലിദായിരുന്നു. മൗലിദിന്റെ നിർവചനങ്ങൾ ചോദിച്ചു, ഞാൻ ആ നിർവചനം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലിദ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പദം പിന്നീട് വന്നതായിരിക്കാം, സംഗതി എന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, പദം പിന്നീട് വന്നതായിരിക്കാം, സംഗതി എന്നുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന്റെ പോരിശ, അത് ചർച്ച വേറൊന്നാണ്. മൗലിദിന്റെ നിർവചനത്തിൽ മാസത്തിന്റെ പോരിശ കടന്നു വരൂല. ഞാൻ അതിന് എത്രയോ ഉദാഹരണം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മൗലിദിന്റെ ചർച്ച ഒരു ഭാഗത്തെത്തട്ടെ കേട്ടാ, എന്നിട്ട് നമുക്ക് മാസത്തിന്റെ പോലിശയിലേക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഉണ്ട്. മൗലിദ് എന്ന പദം പിന്നീടുണ്ടായത് ആയേക്കാം. മൗലിദിന്റെ ഉള്ളടക്കം അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയലാണ്. ആ പറയല് ഗദ്യമായും പദ്യമായും പറയാം. ഈ രണ്ട് ശൈലിയിലും മദ്ഹ് പറയുന്നതിന് വിശദാസം നമ്മുടെ കാലത്ത് തന്നെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനോട് നിങ്ങൾക്ക് എന്താ പ്രതികരിക്കാനുള്ളത്? മൈക്കെടുക്കി. അതിനോട് മുജാഹിദ് പ്രസ്ഥാനം വളരെ വ്യക്തമായി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞതാണ്. പലപ്പോഴും പല വേദികളിലും അത് പറയപ്പെടാറുള്ളതാണ്. റസൂലുള്ളാഹിന്റെയും സഹാബിമാരുടെയും മഹത്തുക്കളുടെയും മദ്ഹുകൾ പറയുകയോ പാടുകയോ ചെയ്യുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിരല്ല. അങ്ങനെ പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ മൗലിദ് അതാകില്ല. നിങ്ങൾ റബീഉൽ ആഖിറിൽ ഓതുന്നതെന്ന് പറയുന്ന മൗലിദ് അതെങ്ങനെ മൗലിദാകുന്നത്? അത് മദ്ഹല്ലേ ആവുകയുള്ളൂ. നിങ്ങൾ മദ്ഹല്ലേ, റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ പറയുകയും പാടുകയും ചെയ്യുന്നത്. അതിന് മൗലിദ് എന്ന പേരെങ്ങനെ വന്നു? ഞാൻ അതാണ് നിങ്ങളോട് നമ്മുടെ തുടക്കത്തിലുള്ള വിഷയത്തിൽ തന്നെ ഇപ്പോഴും അത് മൗലിദ് അല്ല, അത് മദ്ഹാണ്. അത് മൗലിദ് ആണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. മൗലിദ് എന്ന പദത്തിനൊരു അർത്ഥമുണ്ട്, ഒരു അറബി ഭാഷയാണത്. അതിന്റെ
മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്ന് ജമാല് കൊടുവള്ളി ഒരു സംഗതി വ്യംഗ്യമായി സമ്മതിച്ചിരിക്കുന്നു. എന്താണ്? റബീഉൽ ആഖിറിലെ മൗലിദ് ഓതാം, അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം അത് മദ്ഹാണ്. മൗലിദ് ആകുമ്പോഴേ പ്രശ്നം നിങ്ങൾ സമ്മതിച്ചോ? റബീഉൽ ആഖിറിലും ജമാഅത്തുൽ അവ്വലിനും റജബിലും ശഅബാനിലൊക്കെ ഓതാണ്. റബീഉൽ അവ്വലിലും ആകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അല്ലേ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞാറ് ജമാൽ കൊടുവള്ളി? ഞങ്ങളോട് പറയണം, നിങ്ങൾ ഓതുന്ന മൗലിദ് തന്നെ റബീഉൽ ആഖിറിൽ ഓതിയത് എങ്ങനെ മൗലിദാകുക? അത് മദ്ഹാണ്. പിന്നെ നിങ്ങൾ തന്നെ പറയണത് മദ്ഹ് ഓതുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും എതിരല്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓതിയ മൗലിദിന് നിങ്ങൾ എതിരല്ല, അത് തുറന്നു പറഞ്ഞാട്ടെന്നാല് നടക്കട്ടെ പരിപാടി. അപ്പൊ സംഗതി പുരോഗതിന്റെ മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഇതുവരെ പറഞ്ഞത് എന്താ? എല്ലാ മൗലിദിനും നിങ്ങൾ എതിരെ ഏത് കാലത്ത് നടത്തിയാലും, അല്ലേ? ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞത് റബീഉൽ ആഖിറിൽ നിങ്ങൾ മൗലിദ് ഓതിയാൽ അത് മദ്ഹ് പറയലാണ്, അത് മൗലിദല്ല. അതിന്റെ തൊട്ടുമുമ്പ് നിങ്ങൾ പറഞ്ഞു മദ്ഹ് പറയുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിരല്ല. ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ അതിന്റെ നതീജ മനസ്സിലായി, അതിന്റെ റിസൾട്ട് എന്തായാലും അതിന്റെ റിസൾട്ട് അത് ചേർത്ത് വായിക്കുമ്പോൾ അതിന് കിട്ടുക അഥവാ മൗലിദ് പിന്നെ റബീഉൽ ആഖിർ മാസത്തിൽ നടക്കുന്നത് മൗലിദല്ല, അത് മദ്ഹാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, മദ്ഹിന് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം എതിരല്ല. അപ്പൊ ഇതിന് കിട്ടുന്നത് റബീഉൽ ആഖിർ മാസത്തിലെ നിങ്ങൾ നടത്തുന്ന മൗലിദ് നടത്തുന്ന ഈ പരിപാടി മദ്ഹായതുകൊണ്ട് അതിന് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിരല്ല. അങ്ങനെ കിട്ടണമല്ലോ, മനസ്സിലായോ? അതാ ഞാൻ അതൊന്ന് തുറന്നു പറഞ്ഞാളി. റബീഉൽ ആഖിർ എന്ന് മാത്രം പറയണ്ട, റബീഉൽ അവ്വലിലല്ലേ ഇപ്പൊ ഈ പ്രശ്നമുള്ളൂ, അല്ലേ? നിങ്ങൾ പറഞ്ഞനുസരിച്ച് മൗലിദിന്റെ പ്രശ്നം റബീഉൽ അവ്വലിലേ ഉള്ളൂ. ബാക്കി ഏത് കാലത്തും ഞങ്ങൾ ഓതുന്നതും മദ്ഹ് ഓതുന്നതിന് നിങ്ങളോട്ട് എതിരുമല്ല. അപ്പൊ നിങ്ങൾ ആദ്യം അനൗൺസ് ചെയ്യുക, എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തിയറി അനുസരിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ ഓതിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാത്ത മാസത്തിൽ ഓതിയാൽ അത് യാതൊരു പ്രശ്നവും ഇല്ല എന്നുകൊണ്ട് പറഞ്ഞാൽ മൈക്ക് എടുത്തോളി. അതൊക്കെ വെറുതെ നിങ്ങൾ മനപ്പായസം ഒന്നാണ്. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും പറയുന്നതാണ്. മദ്ഹ് പാരായണം, ഞാൻ വ്യക്തമായി പറയുന്നു, മദ്ഹ് പാരായണം എല്ലാ മാസങ്ങളിലും സുന്നത്താണ്. ഒരു മാസത്തെ അപേക്ഷിച്ച് പ്രത്യേകമായി മറ്റൊരു മാസത്തിൽ അത് പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായ കൂലി ലഭിക്കുന്നതാണെങ്കിൽ അത് റമദാൻ മാസത്തിൽ മാത്രമാണ്. റമദാൻ മാസത്തിലാണ് മറ്റ് കർമ്മങ്ങൾക്ക് കൂടുതൽ പുണ്യം ലഭിക്കുന്നത്. നിങ്ങൾ റമദാൻ മാസത്തിലാണോ റബീഉൽ അവ്വൽ മാസത്തിലാണോ നിങ്ങൾ കൂടുതൽ മൗലിദ് പാരായണം ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? മൗലിദ് മാസം അഥവാ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഒരു വൻ സംഭവമാക്കി മൗലിദിനെ മാറ്റുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രാമാണികമായ തെളിവ് വേണം. ആ തെളിവിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അവിടെ അപകടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾ അത് മറ്റൊരു വിഷയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്. എന്താണ് നിങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിന് നിങ്ങൾ നൽകുന്ന പ്രത്യേകത? ആ മാസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ചടങ്ങുകളെല്ലാം തന്നെ ഒരു വിപുലമായ സംഭവമാക്കി മാറ്റുകയും എന്നാൽ കൂടുതൽ പുണ്യം ലഭിക്കുന്ന റമദാൻ മാസത്തിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് നിങ്ങൾ വിശദീകരിച്ച് തന്നാൽ നമ്മളുടെ പ്രശ്നം ഇവിടെ പരിഹാരമാകും. റബീഉൽ അവ്വൽ മാസത്തിന്റെ പോരിശയുമായി നേരിട്ട് ബന്ധമുള്ളതാണ് മൗലിദ്. അതിന്റെ പദത്തിൽ തന്നെയും അതിന്റെ അഖീദ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്, അതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ ആ വിഷയത്തിലേക്ക് വരാത്തത്? അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വല്ല പോരിശയുമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക പ്രമാണികമായി, അല്ലെങ്കിൽ നിങ്ങൾ അത് തുറന്ന് സമ്മതിക്കുക. അത് ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് ഒന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ മാസങ്ങളിലും മദ്ഹ് പാടൽ സുന്നത്ത് തന്നെയാണ്. റബീഉൽ അവ്വൽ മാസത്തിലും സുന്നത്താണ്. നിങ്ങൾ ഓതുന്ന മൗലൂദ് കിതാബിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിലൊരുപാട് ശിർക്ക്, അന്ധവിശ്വാസ, അനാചാരങ്ങളും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത ഒരുപാട് വിഷയങ്ങളും അതിലുണ്ട്. ഞാൻ പറയുന്നത് മദ്ഹിനെ പറ്റിയാണ്. റസൂലുള്ളാഹിന്റെ പ്രാമാണികമായ ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടിട്ടുള്ള സഹിയായ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള മദ്ഹുകൾ എഞ്ചിനീയർ നല്ല പ്രസംഗമാണല്ലോ. ഒരു കുഴപ്പമില്ല എഞ്ചിനീയറെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ ഈ 10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചർച്ച ചെയ്യണ്ടേ അതൊന്ന് തീരുമാനിക്കുക. നിങ്ങളിപ്പോ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ എങ്ങനെയാണോ 5 മിനിറ്റ് കൊണ്ട് ടവസിട്ട് കൊടുക്കുവോ? അറിയായിട്ട് ചോദിക്കാറ്. നിങ്ങളെ ചർച്ച നിങ്ങള് ആദ്യം മൗലിദ് എന്താന്ന് നിർവചിക്കണം. മൗലിദുമെന്ന് തുടങ്ങണം. അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണം. അവിടുന്ന് അങ്ങനെ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് റബീഉൽ അവ്വലിന്റെ പ്രത്യേകത എന്താന്ന് പറയണം. അതോടൊപ്പം തന്നെ മൗലിദ് കിതാബിൽ എന്തൊക്കെ തെറ്റുണ്ട് എന്ന് നോക്കണം. അതിൽ പറഞ്ഞ ചരിത്രങ്ങൾക്ക് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പല വിഷയങ്ങളെ ഓരോ ദിവസവും ഓരോന്ന് ചർച്ച ചെയ്യാൻ നമ്മള് ഇതെത്ര തിരക്ക്. റബീഉൽ അവ്വൽ വരാൻ കുറെ കാലമില്ല. അപ്പോഴേക്ക് തീരുമാനമാക്കിയ പോലെ നമുക്കിതൊക്കെ
പോരെ? അതുകൊണ്ട് ജമാൽ കൊടുവള്ളി നിങ്ങൾ തിരക്കൂട്ടല്ലേ, ഞങ്ങൾ ചർച്ചക്ക് തയ്യാറല്ല എന്നല്ല ഈ പറയണത്, മനസ്സിലായോ? ഇത് ചർച്ച എല്ലാം കൂടി എങ്ങനെ ഒരേ സമയത്ത് ചർച്ച നടക്കുമോ? ആദ്യം എന്താക്കണം, നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച ചർച്ച പൂർത്തിയാക്കുക. തുടങ്ങി വെച്ച ചർച്ച എന്താ? മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓതിന് റസൂലുള്ളാഹിന്റെ കാലത്ത് അത് ഉണ്ടോ ഇല്ലേ, അത് ഓതാൻ പറ്റുമോ പറ്റൂല, ഇതാണ് ഒന്നാമത്തെ ചർച്ച. അത് പൂർത്തിയാക്കുക. രണ്ടാമത്തെ ചർച്ച റബീഉൽ അവ്വലിന് പ്രത്യേകത ഉണ്ടോ ഇല്ലേ, രണ്ടാമത് അങ്ങോട്ട് വരിക. മൂന്നാമത് നിങ്ങളിപ്പോ വേറൊരു ആരോപണം കൂടി നിങ്ങൾ ഉന്നയിച്ചു. എന്ത്? നിങ്ങൾ ഓതുന്ന മൗലിദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓതുന്നുണ്ടല്ലോ, മദ്ഹ് സുന്നത്താണ് ഞാൻ സമ്മതിച്ചല്ലോ അല്ലേ? നിങ്ങൾ സമ്മതിച്ചാ പോരാ, അതിന് തെളിവ് ഇങ്ങോട്ട് പറയും. മുജാഹിദ് പ്രസ്ഥാനം അത് സമ്മതിച്ചിക്കണേ അതിനും കൂടി തെളിവുണ്ട് വായിക്ക്. നിങ്ങളിങ്ങനെ ഇപ്പൊ സമ്മതിച്ചാൽ മതി അല്ലേ? നിങ്ങളെ നേതാവ് മുജാഹിദ് നേതാവ് അലറണത് ഞങ്ങൾ നേരത്തെ കേൾപ്പിച്ചെന്നില്ലേ? അലറാണ് ശരിക്കത്. എന്താ പറയുന്നത്? ബോധപൂർവമാണ് പറയുന്നത്. എന്ത് ബോധപൂർവം? ഇവിടെ മദ്ഹ് പറയാൻ പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ പിന്തുടരാനാണ് കൽപ്പിച്ചത് അല്ലേ? ഇന്ന് നിങ്ങൾ പറയാ മദ്ഹ് പറയില്ല റസൂലുള്ളാഹിന്റെ സുന്നത്താണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളാണ് സമ്മതിച്ചാൽ അതായിരിക്കാ ബാധകം? അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നേതാക്കന്മാര് അതിൽ വിരുദ്ധമായി ഒന്നുമില്ലാന്ന് തെളിയിച്ചു എന്നാ? അത് പൂതി മനസ്സിലിരുന്നാൽ മതി, തെളിയിച്ചു എന്നുള്ള പൂതി അല്ല, തെളിയിക്കല. ഞാൻ പലതവണ ആവർത്തിച്ചു ചോദിച്ചു, ബാലുശ്ശേരി പറഞ്ഞ പ്രസംഗത്തിന്റെ ശേഷം അയാൾ എപ്പോഴെങ്കിലും, നിങ്ങൾ അങ്ങനെയുള്ള പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നേ ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ബാലുശ്ശേരി എപ്പോഴെങ്കിലും പ്രസംഗിച്ച ഒരു സൈഡ് ഇവിടെ ഹാജരാക്കാൻ കഴിയോ? അത് നിങ്ങളെ കളിയ പാട്ട്. ഞാനത് തെളിയിക്കറിഞ്ഞതല്ലേ? നിന്റെ തൊള്ളോണ്ട് പറഞ്ഞാൽ തെളിവാകൂല ജമാലെ. അതിന് ഞാൻ തെളിവ് വേറെ ഹാജരാക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങളെ വാദാണ്, അതിന് നിങ്ങൾ തെളിവ് ഹാജരാക്കിയിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നതിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എന്നും അതേ സമയത്ത് റസൂലുള്ളാഹിനെ പിന്തുടരാൻ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നും നിങ്ങളുടെ നേതാവ് പ്രസംഗിച്ചത് ഞങ്ങളുടെ ഇട്ട് കേൾപ്പിച്ചു. മനസ്സിലായോ? അതിന്റെ മറുപടിയിൽ നിങ്ങൾ തെളിവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളൊരു വാചക കസർത്ത് പറഞ്ഞു. അയാൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഖുർആനിലില്ല എന്നേ പറഞ്ഞ, ഹദീസിലില്ല എന്ന് അയാൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ഹദീസിലൊക്കെ അതുണ്ട് എന്ന് അയാൾ പറഞ്ഞൊരു ഭാഗം അയാളുടെ ഏതെങ്കിലും ഒരു CD നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. നിങ്ങൾ മറുപടി പറഞ്ഞതിന് നിങ്ങൾ തെളിവുണ്ടെന്നോ? എന്നിട്ടിപ്പൊ പറയാം ഞാൻ തെളിയിച്ചിക്കണ്. വാദം പറഞ്ഞാൽ തെളിവാവൂല. എന്തൊരു എഞ്ചിനീയറാ റബ്ബേത്. പൊന്നാര ഹബീബി, നിങ്ങൾ എഞ്ചിനീയറിന് പോയ സമയത്ത് നിങ്ങളെ കൂടെ പഠിച്ച ഏതെങ്കിലും അഡ്വക്കറ്റുമാരുണ്ടാവില്ലേ? ഓരോടൊന്ന് ചോദിച്ചു നോക്ക്. വാദമൊന്ന് വേറെ, തെളിവൊന്ന് വേറെ കേട്ടോ. ഞാൻ തെളിയിച്ചു എന്ന് പറയരുത്. വാദമൊന്ന് വേറെ, തെളിവൊന്ന് വേറെ. വാദം പറഞ്ഞാൽ തെളിവാവൂല, അതിന് തെളിവ് വേറെ പറയണം. മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാർ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്, അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഞങ്ങൾ നേരത്തെ ക്ലിപ്പ്. അപ്പൊ വാദമുണ്ട്, തെളിവുണ്ട്. അല്ല, അയാൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ഖുർആനിലില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ചെന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അയാൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ ഖുർആനിലില്ലെങ്കിലും ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുണ്ടോ? ജമാല ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കി. ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാ. ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കി. ടെസ്റ്റ് അടിച്ചാൽ മതി, വേഗം അടിക്കിട്ട്. ഞങ്ങള് ഒരു പ്രതികരണത്തിന് കാത്തിരിക്കണം. ഞങ്ങള് ജമാൽ കൊടുവള്ളിന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടാ? അത് മൈക്കിൽ തന്നെ, ക്ലിപ്പ് മൈക്കിലിടുക. പക്ഷെ ഉണ്ടോ ഇല്ലെന്ന് അടിച്ചാളി. ക്ലിപ്പ് മൈക്കിൽ തന്നെ ഇടുക. അതേപ്പോ ക്ലിപ്പ് നിങ്ങളവിടെ സ്വകാര്യമായിട്ടിട്ട് ആരും കേൾക്കൂല്ലോ. ക്ലിപ്പ് നിങ്ങളവിടെ സ്വകാര്യമായിട്ടിട്ടാൽ ആരും കേൾക്കൂല. അങ്ങനത്തെ ഒരു ക്ലിപ്പ് നിങ്ങളെ കയ്യിൽ ഉണ്ടോ അല്ലേ? അതാ ഞാൻ ചോദിക്കണം. ഉണ്ടെങ്കിൽ അടിക്കി. അത് മൈക്കിലാണല്ലോ. എന്നാ പിന്നെ മൈക്ക് ഇടുക്കി. ഞാൻ പറയുകയുണ്ടായി, മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു വ്യക്തിയല്ല. ഒന്നാമതായിട്ട് പറയട്ടെ, പിന്നെ അദ്ദേഹം ആ പ്രസംഗം ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആ കേൾപ്പിക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റ് മാധ്യമങ്ങളിലൂടെയും ഞാൻ ആ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരും തങ്ങളുടെ പ്രസംഗം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ ഒരു ഭാഗമാണ്. അല്ല എന്ന വാദമുണ്ടോ? മദ്ഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കിതാബ് നോക്കി സാമ്പ്രാണിത്തിരിയും കത്തിച്ച തൽക്കാലിന്റെ മുകളിൽ ചെല്ലെങ്കിൽ അത് മദ്ഹാകൂ എന്ന വാദമൊന്നും ഇസ്ലാമിനില്ല. മദ്ഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പുകഴ്ത്തുക. അത് മലയാളത്തിലാകാം,
ഏതെങ്കിലും ഭാഷയിലാകാം, ഏത് രൂപത്തിലുമാകാം. അത് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചു എന്നതിന് തെളിവ് വേണോ? ഞാൻ 100 തെളിവുകൾ ഇവിടെ ഹാജരാക്കാം. അത് മുജാഹിദ് ബാലുശ്ശേരിന്റെ തന്നെ വേണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. ഒരു പക്ഷെ അതും എനിക്ക് കിട്ടിയേക്കാം. ഞാൻ തെരഞ്ഞു നോക്കി ഞാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാനിവിടെ പിന്നെ ഇതിന്റെ കേൾപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അതല്ല ഇവിടെ വാദം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുള്ള വാദം നിങ്ങൾക്കും ഇല്ല. ഇല്ലാത്ത വാദത്തിനെ പറ്റി ചർച്ച ചെയ്ത് നമ്മൾ എന്തിനാണ് സമയം തള്ളുന്നത്? ഇവിടെ തർക്ക വിഷയം എന്താണ്? തർക്ക വിഷയത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. ഇവിടെ ഒരു മൗലിദ് എന്ന ഒരു പദത്തിന്റെ അർത്ഥം പോലും പറയാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. മൗലിദ് എന്ന പദവും റബീഉൽ അവ്വൽ എന്ന മാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആ മാസത്തിൽ നിങ്ങൾ വിപുലമായ രീതിയിൽ അത് നിർവഹിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു, നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരാൻ പോലും ധൈര്യപ്പെടുന്നില്ല. എന്തേ? നിങ്ങൾ അങ്ങനെ ഒരുപാട് തെളിവുകൾ പ്രസംഗങ്ങളിലും അതേപോലെയുള്ള സോഷ്യൽ ഹലോ, അസ്സലാമു അലൈക്കും. ജമാൽ ഒതുങ്ങി വൈറസ് സൂക്ഷിച്ചു പോകാൻ പോയതൊന്നും കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ വിഷയങ്ങൾ നമ്മൾ ഇതാക്കുക, ഒന്നൊന്നായി ചർച്ച ചെയ്യുക. നിങ്ങൾ മൗലിദിനൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ അതൊക്കെ നിങ്ങൾ മുഹന്ദിസാണ്. ഏത് മുഹന്ദിസ് അറിയില്ല. ഞങ്ങളിവിടെ നമ്മളൊക്കെ അടിച്ചു കേൾക്കുന്നത് മുഹന്ദിസ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾക്ക് വിദേശത്തുള്ളത്. ഇപ്പോഴത്തെ മുഹന്ദിസുകളെ ഓരൊക്കെ നമുക്ക് നന്നായി അറിയുന്നതാണ്. അപ്പൊ പേരാരും കൊടുക്കുക, അത് വേറെ വിഷയം. അത് പിടി. അപ്പോ ഉസ്താദ് വരും, ഇൻഷാല്ലാ. ഉസ്താദ് എത്തിയിട്ടുണ്ട്, ലൈനിൽ വരും, ഇൻഷാല്ലാ. DC ആയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ച മറുപടി, നിങ്ങൾ പ്രസംഗിച്ചാണ്ടും കേട്ട ഭയങ്കര പ്രശ്നം പറഞ്ഞോട്ട് കാര്യമില്ല. ഇൻഷാല്ലാ ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. വെറുതെ അതൊന്നും പറയില്ല. സോറി ജമാൽ, ഞാൻ DC ആയി പോയതാ. പിന്നെ നമ്മളെ ജമാൽ അതിൻ്റെ ശേഷം എന്ത് പറഞ്ഞു എന്ന് എനിക്കൊരു പിടുത്തമില്ല. ജമാൽ, നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ പറഞ്ഞെന്താ പറയുക, നിങ്ങൾ നമ്മളെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് അല്പാൽപ്പായിട്ട് ചർച്ച ചെയ്യാം. മനസ്സിലാണ്ടോ? എല്ലാം കൂടി ഒന്നിച്ചുള്ള ചർച്ച അല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു തോന്നല് മൗലിദ് എന്നുള്ള പേര് വന്നപ്പോൾ റബീഉൽ അവ്വലിനോട് ഭയങ്കര ബന്ധമുണ്ടെന്നാ. അത് നിങ്ങളോട് ആരാ പറഞ്ഞത്? മൗലിദ് എന്ന് പേരിട്ടത് റബീഉൽ അവ്വൽ ഓതുന്നതായതുകൊണ്ടാ? പൊന്നാരി ചങ്ങാതി, ഞങ്ങൾ എല്ലാ കാലത്തും മൗലിദ് എന്നതിന് പേര് പറയലേ. എല്ലാ കാലത്തിന് പേര് പറയലിന്റെ മൗലിദ് എന്നാണ്. അപ്പൊ നിങ്ങളെ പുതിയ കണ്ടുപിടുത്തോ റബീഉൽ ആഖിറിൽ ഓതിയല്ലാതെ മൗലിദ് അല്ല മദ്ഹാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ എന്നും അല്ല പറയല്. നോക്ക്, ഇവിടെ ക്ലാസ് റൂമിൽ വന്നു നോക്കിയാൽ കാണാം, രാവിലെ ഉണ്ടാവും മൗലിദ്, ലൈവ് മൗലിദ്. അതെന്നും അങ്ങനെ തന്നെ. അപ്പൊ പേരങ്ങനെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ മൗലിദ് എന്ന് പേരൊന്ന് റബീഉൽ അവ്വൽ ആയതുകൊണ്ടല്ലാന്ന്? നിങ്ങൾ ഓരോന്നുകൊണ്ട് വിചാരിച്ചു വെക്കല. അങ്ങനെയാണോ? അപ്പൊ ആ പേരിന് റബീഉൽ അവ്വലായ എന്നൊരർത്ഥം മൗലിദ് എന്ന പദത്തിൽ തന്നെ അല്ല. അത് നിങ്ങൾ വെറുതെ എന്തൊക്കെ വിചാരിച്ചു വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതല്ല. ഒന്നാമത്തെ ചർച്ച, അത് പറ്റുമോ പറ്റൂല, ഓതാൻ പറ്റുമോ പറ്റൂലേ? പറ്റും എന്നുള്ളൊരു തെളിവോടെ നിങ്ങൾ ചോദിച്ചു റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചു മൗലിദ് എന്നുള്ള പദം ഉണ്ടായിക്കണോ? ഞാൻ മറുപടി പറഞ്ഞു, പദം പിന്നീട് ഉണ്ടായതാകാം, പണി അന്നേ ഉണ്ട്. മനസ്സിലായി? പരിപാടി എന്നുണ്ട്, പദം പിന്നീട് ഉണ്ടായതാകാം. അതിന് യാതൊരു വിരോധമില്ലെന്ന് നിങ്ങളും സമ്മതിച്ചു. പദം പിന്നീട് ഉണ്ടായതാകാം, അതിനെന്താ തിരക്കട്? ഒരു തിരക്കടില്ല. അപ്പൊ പരിപാടി എന്നുണ്ടായാൽ മതി, പരിപാടി എന്നുണ്ട്. അതുകൊണ്ട് മൗലിദ് റസൂലുള്ളാഹിന്റെ അംഗീകാരമുള്ളതാണെന്നും അതിൽ നിങ്ങൾക്ക് പരാതിയില്ല. എന്നാ പിന്നെ ഞങ്ങൾക്ക് മൗലിദ് ഓതിക്കൂടെ ധൈര്യമായിട്ട്? ഇനി റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടോ അല്ലെന്നുള്ള ചർച്ച നമുക്ക് നാളാക്കാം. നാളെ നേരത്തെ വരി കേട്ടോ. ഞാൻ പറയാം, ഇവിടെ ഇപ്പൊ 1 മണി കഴിഞ്ഞു. നീ നമ്മൾ രണ്ടാമത്തെ ചർച്ചയ്ക്ക് വരിക. റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടോ അല്ലേ? അച്ചർച്ച നമുക്ക് എന്താക്കാം, ഇൻഷാ അല്ലാഹ് 3 ദിവസങ്ങളായിട്ട് നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. 3 ദിവസം ചർച്ച നടക്കട്ടെ. രണ്ടാമത്തെ വിഷയം റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടോ അല്ലേ എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം, നമ്മളിപ്പോ മൗലിദ് പറഞ്ഞ് ഓതുന്ന കിതാബില് കുറെ ഇല്ലാത്ത സംഗതികളും കുറെ ശിർക്കൊക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സംഗതി ഞങ്ങൾ സാധാരണ ഓതുന്ന മൗലിദിൽ ഉണ്ടാവില്ല. അത് നമുക്ക് ഓരോ മൗലിദെടുത്ത് ചർച്ച ചെയ്യാം. അപ്പോഴല്ലേ തീരുമാനമാവുള്ളൂ. ഓരോ മൗലിദ് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിലെന്ത് ശിർക്കുള്ളത്, അതിലെന്താ ഇല്ലാത്തതുള്ളത്, അതിലെന്താ നുണക്കഥകളുള്ളത്, അങ്ങനെ ഞങ്ങൾ സാധാരണ ഓതുന്ന മൗലിദുകൾ വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ അതും തീരുമാനവും. ഈ 3 വിഷയം ചർച്ചക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത്, ചർച്ചക്കില്ല എന്നല്ല.
അതുകൊണ്ട് ഇന്ന് ചർച്ചക്കെടുത്ത വിഷയം മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടി പറയലാണ്. അത് അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടോ? അന്നുണ്ട്, അതൊന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്ര ഞങ്ങൾ പറഞ്ഞു. അതിൽ നിങ്ങൾക്കൊരു പരാതി ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഒരു പരാതി ഇല്ലാന്ന്. ഞാൻ ചോദിക്കണത്, ഈ മൗലിദിന് പരാതി ഇല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണോ, അതല്ല പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ സമ്മതിക്കുമോ? അതിന്റെ ഒരു ചോദ്യം. അതിന്റെ ഞാൻ കൂടി പറയണം. സമ്മതിക്കുമെങ്കിൽ തെളിവ് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ നേതാക്കന്മാരെ സമ്മതിക്കുമെങ്കിൽ അത് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ. നിങ്ങളുടെ നേതാക്കന്മാരെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവും കൂടി നിങ്ങൾ എന്താക്കണം, പറയണം. ഓക്കെ, മൈക്കെടുത്തോളൂ. റസൂലുള്ളാഹിന്റെ മദ്ഹ് അംഗീകരിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ അംഗീകരിച്ചു, ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താ നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുകയോ പറയുകയോ ചെയ്യുന്നതിനുള്ള തെളിവാണോ, അതോ എഴുതിയതിനുള്ള തെളിവാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടാൽ അത് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് തരുന്നതാണ്. പിന്നെ തർക്കമില്ലാത്തൊരു വിഷയമാണ്. പിന്നെ എന്റെ മാത്രം വാദമല്ല, മുജാഹിദ് പണ്ഡിതന്മാരുടെ എല്ലാ അപ്പൊ തർക്കമുള്ള വിഷയം തന്നെ. എങ്ങനെ തർക്കമായത് നിങ്ങള് കേട്ടോളൂ. എങ്ങനെ തർക്കമായത് ഞാൻ പറഞ്ഞു. തർക്കമില്ലാത്ത വിഷയം നിങ്ങൾ പറയരുത്. തർക്കമായത് അറിയോ? ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഒരു മൗലിദ് ഓതി ഞങ്ങൾ അതിനെ അനുകൂലിക്കുകയോ എതിർക്കുവോ? റബീഉൽ അവ്വൽ ആകുമ്പോഴല്ലേ നമ്മളെ ചർച്ച, നിങ്ങളെ പ്രശ്നം അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ റബീഉൽ അവ്വൽ എന്നല്ലല്ലോ. ഇന്ന് റബീഉൽ അവ്വൽ എന്നല്ല. നാളെ നേരം വെളുത്താലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ മൗലിദ് ഓതും. നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ എതിർക്കുമോ? എന്റെ ചോദ്യം ഇതാണ്. അതിന് മറുപടി ഉണ്ട് പറയും. റബീഉൽ അവ്വൽ മദ്ഹ് പാടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ അതും പറഞ്ഞിട്ടില്ല. പറയാത്തതിന്റെ പേരിൽ ആരോപിക്കരുത്. ഞാൻ ഇത്രയും നേരം ഇവിടെ പ്രഖ്യാപിച്ചത്, നാക്കിട്ടടിച്ചത്, റബീഉൽ അവ്വൽ മാസം അടക്കമുള്ള 12 മാസങ്ങളിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. എന്നാൽ ഒരു മാസത്തെ അപേക്ഷിച്ച് മറ്റൊരു മാസത്തെ പ്രത്യേകതയാക്കുക എന്ന ഒരു അഖീദ മൗലിദിൽ ഉണ്ട്. മൗലിദിന്റെ നിർവചനത്തിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷെ അത് മൗലിദിന്റെ ഭാഗമാണ്, ആളുകളുടെ വിശ്വാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല, ഞങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസം കണക്കാണ്, റബീഉൽ ആഖിറും കണക്കാണ്, റജബും കണക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരുന്നില്ല, അത് മറ്റൊരു വിഷയമല്ല. തുടക്കം മുതലേ ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ അല്ല, നിങ്ങൾ പല വിഷയത്തിനും കൊണ്ടുപോകും. കെട്ടിടത്തിന്റെ പണിയെടുക്കുമ്പോ പണിക്കാരെ കൊണ്ടുപോകണ മാതിരി. പക്ഷെ പണിക്കാർ വരുന്ന മാതിരി ഞങ്ങൾ നിങ്ങളെ പിന്നാലെ അങ്ങനെ പോരൂല. നിങ്ങൾ മനസ്സിലാക്കണം. കൊടുവള്ളി, നിങ്ങളൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് ചിലപ്പോ കെട്ടിടത്തിന്റെ പണി നടക്കുമ്പോൾ നിങ്ങൾ പണിക്കാരെ കൊണ്ടുപോകണ മാതിരി ചിലപ്പോ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളൊരു പണിക്കാരല്ലല്ലോ. അവിടെ നിങ്ങൾ വിചാരിക്കണ മാതിരി ഞങ്ങൾ ഇങ്ങനെ പോരില്ല. ഞങ്ങൾ 1 by 1 ചർച്ച, ഓരോന്ന് ചർച്ച ചെയ്യാം. ഇപ്പോഴും ഞാൻ പറഞ്ഞു, മൗലിദ് എന്ന പദവും റബീഉൽ അവ്വലുമായിട്ട് അതിന്റെ നിർവചനത്തിന് പ്രത്യേക ബന്ധമൊന്നുമില്ല. മനസ്സിലായോ? മൗലിദ് എല്ലാ മാസവും ഓതാം, ഏത് സമയത്ത് ഓതാം, എപ്പോഴും ഓതാം. ഞങ്ങൾ ഓതുന്നോണ്ട് നിങ്ങൾക്ക് അത് അറിയും ചെയ്യാം, നിങ്ങൾക്കത് അറിയാം. പിന്നെ നിങ്ങൾ ഇതിന്റെ നിർവചനത്തെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുത്തുന്നത് ഒരു പൊട്ടത്തരമാണ്. അതിന്റെ യാതൊരു ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ റബീഉൽ അവ്വൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ മൗലിദ് കൂടുതൽ ഓതുന്നത്? ആ മാസത്തിന് പ്രത്യേകമായി വല്ല പരിഗണനയും കൊടുക്കേണ്ടതുണ്ടോ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതാ ഞാൻ പറയാം, അത് നമുക്ക് നാളെ ചെയ്യാം. ആ ഊരാ കൊടുക്ക് നാളെ വരെ കൊടുക്കുണ്ടാകുള്ളൂ ജമാൽ കൊടുവള്ളി. അല്ല, ഞാൻ ഈ ജമാൽ കൊടുവള്ളി അടക്കമുള്ള ആൾക്കാരോട് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിത് റോഡ് സൈഡിലെ കച്ചവടമല്ല. റോഡ് സൈഡിലെ കച്ചവടക്കാർക്ക് ഇന്ന് വിറ്റിക്കാണ്ട് നാളെ ഇലയാണ്ട് പോകാം. മനസ്സിലായോ? ഞങ്ങളിത് അംഗീകൃതമായ ഒരു സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ മുങ്ങാൻ പറ്റൂല. എന്താണ് ജമാൽ കൊടുവള്ളി പറഞ്ഞ് നമ്മൾ ചർച്ച തുടങ്ങിയത്? മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടല്ലേ എന്നുള്ളതല്ലേ? പിന്നെ നിങ്ങൾ റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടല്ലേ എന്നുള്ള രണ്ടാമത്തെ വിഷയങ്ങൾ എടുത്തിട്ടല്ലേ? എല്ലാ വിഷയം കൂടി ഒരു ദിവസം ചർച്ച എടുത്ത് തീർക്കുന്നത് നടക്കുവോ? നിങ്ങൾ അന്യായമായി സംസാരിക്കല്ലേ, ന്യായം പറയൂ. ഞാൻ പറയുന്നത് ഞങ്ങളുടെ രീതി തന്നെ എങ്ങനെയാന്ന് വെച്ചാല്, ഒരു ചർച്ച തുടങ്ങിച്ചാൽ അത് പൂർത്തിയാക്കുന്ന അടുത്ത ചർച്ച. റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടോ അല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് തുടങ്ങി വെച്ച ചർച്ച എവിടെയെങ്കിലും എത്തട്ടെ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ റബീഉൽ അവ്വലിന് പോലീസ് ഉണ്ടോ എന്ന് ചോദിക്കലല്ല. ഇന്ന് തുടങ്ങിയ ചർച്ച എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദ്ഹ് പാടലും പറയലുമാണ്. അത്രേ മൗലിദിന് അർത്ഥമുള്ളൂ. പിന്നെ ആ പദം എങ്ങനെ വന്നു അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൗലിദിന്റെ
പൊരുളിലാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടലും പറയലും. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. പൊന്നാര ചങ്ങാതി, മദ്ഹ് എല്ലാ കാലത്തും ഉണ്ട് സമ്മതിച്ചാ പോരാ. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് മൗലിദ് ഓതുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കണ്ടില്ലേ? ഞാൻ ഒന്ന് പറയും, ഞാൻ സമ്മതിച്ചിക്കണം നിങ്ങൾ നടന്നാ പോരാ കേട്ടോ. ഞങ്ങൾ ഇന്ന് മൗലിദ് ഓതിയില്ലേ, നിങ്ങൾ എതിർക്കുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി എന്ന് പറയും. ഇന്നാള് ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടില്ല. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ക്ലാസ് റൂമിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് നാളെ ഓതും. ഇന്ന് ഓതിയിട്ടുണ്ട്. അത് റബീഉൽ അവ്വൽ മാസത്തിലല്ല, അല്ലാത്ത കാലത്താണ്. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തുമായി മൗലിദിന്റെ ഒരു പ്രത്യേകത എന്തോന്നുണ്ട് എന്നിങ്ങനെ ഊഹിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇന്നും നാളെയൊക്കെ ഞങ്ങളെ ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതൊന്ന് പറയും, മൈക്കെടുത്ത് പറയും. റസൂലുള്ളാഹിന്റെ മദ്ഹ് എല്ലാ കാര്യവും എല്ലാം ഉണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. കഴിഞ്ഞു പോയ മുജാഹിദ് സലഫി പണ്ഡിതന്മാരെല്ലാം സമ്മതിച്ചതും അത് സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള മൗലൂദ്, നിങ്ങൾ ബൈലക്സിൽ ഓതുന്ന മൗലൂദ്, അത് മറ്റൊരു വിഷയമാണ്. വിഷയങ്ങൾ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കരുത്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിലെ പോർഷൻ മൗലൂദും രണ്ടാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന മാതിരിയല്ല. നിങ്ങളുടെ കയ്യിലുള്ള മൗലൂദ് പിന്നെ നാളെ വേറൊരു മൗലൂദ് ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഓൻ പറയും ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, നിങ്ങൾ മദ്ഹിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മൗലൂദ് ഓതാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഓനും ചോദിച്ചു വരും. ഇങ്ങനെ ഓരോരുത്തരും ജമാലുപള്ളി അഭിനയിക്കരുത് കേട്ടോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് തുള്ളരുത്. ഞങ്ങളിവിടെ ഓതുന്ന മൗലൂദ് ഏതാന്ന് ഏത് കുട്ടിക്കും കേട്ടാൽ മനസ്സിലാവും. നിങ്ങളല്ലേ കുറെ ചെറുപ്പത്തിൽ ഓതി എന്ന് പറഞ്ഞ് അല്ലേ? ഞങ്ങൾ നാളെ ഏതെങ്കിലും ഒരുത്തം മൗലൂദ് ഉണ്ടാക്കി കൊടുന്ന് കണ്ട് ഇവിടെ ആ മൗലൂദാണെന്ന് പറയില്ല. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന മൗലൂദുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഓതുന്ന മൗലിദ് എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ ഓതുന്ന മൗലിദ് മങ്കൂസ് മൗലിദാണ്, ഒന്ന് ഷറഫലന മൗലിദാണ്. ഇത് രണ്ടുമാണ് റസൂലുള്ളാഹിന്റെ മൗലിദ് എന്നുള്ള പേരിൽ വ്യാപകമായി ഓതിക്കൊണ്ടിരിക്കല്. ഇതെല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ അതിനെ വെറുതെ ഒന്ന് പുച്ഛിക്കാൻ വേണ്ടി നിങ്ങൾ നാളെ വേറൊരുത്തുണ്ടാക്കി കൊടുന്നാലെന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എഞ്ചിനീയറെ? ഈ പാതിരാ സമയത്ത് ഉണ്ടോ? വല്ല കാര്യങ്ങൾക്കുണ്ടോ? അപ്പൊ നിങ്ങൾ വെറുതെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത് എന്താ ഈ ചർച്ചക്കൊക്കെ ഒരു അർത്ഥമുള്ളത്? അപ്പൊ ഞങ്ങളിവിടെ നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ കുടുങ്ങുക. നിങ്ങൾ തന്നെ പറഞ്ഞു എന്ത്? സത്യത്തില് മൗലിദ് എന്ന് പറയുന്ന ആ പദം, അതിനെപ്പറ്റി അല്ലല്ലോ നമ്മളെ ചർച്ച. മൗലിദിന്റെ ഉള്ളടക്കമാണ് നമ്മളെ ചർച്ച. അതിന്റെ ഉള്ളടക്കം എന്താ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ തന്നെയാണ്, ഒരു തർക്കമില്ല. സ്വലാത്തും ചൊല്ലും, റസൂലുള്ളാഹിന്റെ മദ്ഹും പറയും, പാടും ചെയ്യും. ഇതാണ് മൗലിദിലുള്ളത്. ആ മൗലിദ് പിന്നെ നിങ്ങൾ പറയണ എന്താ? റസൂലുള്ളാഹിന്റെ മദ്ഹ് ഏത് കാലത്തും പറയും ഞങ്ങൾ എതിരല്ലാന്നാ. അത് പിന്നെയും പറയും. അതിന് തെളിവ് തരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളെ നേതാക്കന്മാർ തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിനെ എതിർത്ത് പ്രസംഗിച്ചത് ഞാൻ നേരത്തെ അവിടെ കേൾപ്പിച്ചു. എങ്ങനെ എതിർത്ത് പ്രസംഗിച്ചത്? ഇനി ആർക്കും കേൾക്കണമെങ്കിലും കേൾപ്പിച്ചതും. പച്ച മലയാളത്തിൽ പ്രസംഗിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹിനെ പിന്തുടരാനാണ്, അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അല്ലേ? അത്ര ബോധപൂർവ്വം പറയണമെന്നൊക്കെ മൂപ്പർ ആവർത്തിച്ച് പറയാണ് അല്ലേ? അല്ല, ഞാൻ ജമാൽ കൊടുക്കുന്നതിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങളെ നേതാക്കന്മാരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം എന്ന് പറഞ്ഞ ഏതെങ്കിലും പ്രസംഗം ഉണ്ടോ? അത് കേൾപ്പിച്ചു തരുമോ? ഒന്ന് കേൾപ്പിച്ചു തരുമോ? അല്ല, അറിയിച്ച് വയ്ക്കുക. അതുണ്ടാവില്ലല്ലേ? ബാലുശ്ശേരിന്റെ പ്രസംഗത്തിന്റെ ബാക്കി നേരത്തെ ചോദിച്ചു, നിങ്ങൾ കേൾപ്പിച്ചു തരുമോ? അപ്പൊ നിങ്ങളതിന്റെ ബാക്കി മുന്നൊന്നും കേട്ടിട്ടില്ല. പിന്നെ നിങ്ങളോട് വിടുകയാണ് ബാലുശ്ശേരി പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അല്ലേ? അതിന്റെ മാക്കബിലും മാബേദും അഥവാ അതിന്റെ മുമ്പിലുള്ളതും ശേഷമുള്ളതൊന്നും കേൾക്കാതെ പിന്നെ എങ്ങനെ ബാലുശ്ശേരി പറഞ്ഞ ഉദ്ദേശം എന്നതാ നിങ്ങളോട് കാച്ചല്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയേ? അത് അന്നം തിന്നുന്ന മനുഷ്യന് കേട്ടാൽ അറിയാം എന്താ ബാലുശ്ശേരി പറയണത്. മനസ്സിലായോ? അപ്പോ ചർച്ച അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊഴിച്ച് വെറുതെ കിടന്ന് ഇങ്ങനെ മറിയന്നെ. അപ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ് മൗലിദിലുള്ളത് കേട്ടോ. റസൂലുള്ളാഹിന്റെ മദ്ഹാണ് മൗലിദിലുള്ളത്. ഇനി അതുപാട് നിങ്ങൾ ചർച്ച ചെയ്തോളി. ആ മൗലിദാണ് ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിന്റെ രണ്ടാമത്തെ ചർച്ച അതാണ്. വിഷയത്തിന്റെ ആ ഒരു നേർവഴിക്ക് ഇങ്ങനെ വന്ന നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മൗലിദ് എന്ന് പറയാൻ എന്താന്നാ? മൗലിദ് എന്ന് പറയാൻ എന്താ? എന്റെ മറുപടി റസൂലുള്ളാഹിന്റെ മദ്ഹാണ് മൗലിദ്. ഇനി അതല്ലേ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഓതുന്ന മൗലിദിലുള്ളത് റസൂലുള്ളാഹിന്റെ മദ്ഹല്ല എന്ന് പറയാം. ഞങ്ങൾ ഓതുന്ന ഷറഫലന മൗലിദായാലും മങ്കൂസ് മൗലിദായാലും അതുപോലെ ഞങ്ങൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിലുള്ളത് റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ്. അതിലൊരു തർക്കമില്ല.
അതുകൊണ്ടാണ് ആ മൗലിദ് ഞങ്ങൾ ഓതുന്നത്. അപ്പൊ ഞങ്ങളെ മൗലിദിൽ ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നബിയുടെ മദ്ഹ് തന്നെയാണ്. മദ്ഹ് പറയുന്നതിന് കുഴപ്പമില്ലാന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ജമാൽ കൊടുവള്ളി പലവട്ടം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ അതിന് മനസ്സിലാകുക, ജമാൽ കൊടുവള്ളി പറയുന്നതും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതും റസൂലുള്ളാഹിന്റെ മദ്ഹ് ഓതുന്നത് ഏത് കാലത്തായാലും കുഴപ്പമില്ല. അതിന് മൗലിദ് എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, വേറെന്തെങ്കിലും പേരിട്ടാലും കുഴപ്പമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദിലൂടെ ഒക്കെ ഓതിക്കൊണ്ടിരിക്കണം. അതാണ്. അതുകൊണ്ട് ഇനി മേലാൽ അതിനെ എതിർക്കാൻ വരരുത് കേട്ടോ. അല്ലെങ്കിൽ ഇനി രണ്ടാമത്തെ ഒരു തെളിവ് നിങ്ങൾ എന്താക്കണം, കൊണ്ടുവരണം. നിങ്ങൾ ഓതുന്ന മൗലിദ് റസൂലുള്ളാഹിന്റെ മദ്ഹല്ല, റസൂലുള്ളാഹിന്റെ ദമ്മാണ്. അതിൽ മദ്ഹില്ല. അത് നിങ്ങളൊന്ന് തെളിയിക്കി, ഞമ്മക്ക് ആ ചർച്ചയ്ക്ക് വരാലോ കേട്ടോ. അപ്പൊ ഇപ്പൊ ഇതുവരെ ചർച്ച ചെയ്തതിന്റെ ആകത്തുകയും ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് അതിലുള്ളത്. ഞാൻ പറഞ്ഞു അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ മദ്ഹാണ് എന്ന് വന്നാൽ അത് ഏത് കാലത്തും അതിന് കുഴപ്പമില്ല, നിങ്ങളെന്നെ നേരത്തെ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മൗലിദ് ഓതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാലത്തും മൗലിദ് ഓതുന്നത്. പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഈ മൗലിദ് പറഞ്ഞ സാധനം റബീഉൽ അവ്വലിൽ മാത്രമാണ് ഓതല്. നിങ്ങൾക്ക് അന്തല്ലാത്തോണ്ടാ കേട്ടോ, നിങ്ങൾക്ക് അന്തല്ലാത്തോണ്ടാ. ഞങ്ങള് ഏത് പരിപാടി ഏത് കാലത്തുണ്ടെങ്കിലും അപ്പൊക്കൊരു മൗലിദ് ഓതും. മനസ്സിലായോ? അപ്പൊക്കൊരു മൗലിദ് ഓതും. ഇന്നിപ്പോ ഞാനൊരു വീട്ടിൽ പോയി വരികയാണ്, അവിടെ ഒരു മൗലിദ് ഓതിയിരുന്നു. ഞങ്ങൾ ഏത് പരിപാടികളുണ്ട് അവിടെയൊക്കെ ഒരു മൗലിദ് ഓതും. അങ്ങനെയാണ് ഞങ്ങളെ സാധാരണ പതിവ്. പുരയെ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഒരു മൗലിദ് ഓതും. മരിച്ച പെരയിൽ ദ്വാരക്കാൻ പോയ അപ്പോഴും അതിന് മുമ്പിൽ എന്താവും, മൗലിദ് ഓതും. അങ്ങനെ എല്ലാ കാലത്തും ഞങ്ങൾ എന്താക്കലുണ്ട്, പിന്നെ ഈ മൗലിദ് ഓതലുണ്ട്. അപ്പൊ മൗലിദ് റബീഉൽ അവ്വലിൽ മാത്രം പ്രത്യേകമായ ഒരു പരിപാടിയാണ് നിങ്ങൾ മനസ്സിലാക്കണ്ട. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കട കേട്ടോ, വേറെ ഒരു സംഗതി അതിലില്ല. ഓക്കെ, ഞാൻ മൈക്കോടാം. ഇവിടെ വീണ്ടും നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുജാഹിദുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹിനെ അംഗീകരിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് താങ്കൾ പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പരിശുദ്ധ ഖുർആനിലുള്ള ഒരുപാട് മദ്ഹ് വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ പാരായണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആ വിഷയത്തെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ സമയം ചർച്ച ചെയ്ത് ഇങ്ങനെ ആളുകളെ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ എന്റെ വിഷയത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. റബീഉൽ അവ്വൽ മാസം അതിന് പോരിശയുണ്ട് എന്നതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളത് പല സ്ഥലത്തും എഴുതുകയും പറയുകയും അതിന് ചില പിന്നെ ഖിയാസിയായിട്ടുള്ള തെളിവുകൾ വരെ നിങ്ങൾ ഹാജരാക്കാറുണ്ട്. എന്തേ നിങ്ങൾക്കത് ഇവിടെ പറയാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഫീഹി ഉലിത്തു എന്ന ഹദീസും അതേപോലെ പിന്നെ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലല്ലേ? റമദാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ റമദാൻ മാസത്തിന് പോരിശയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് വന്ന റബീഉൽ അവ്വൽ മാസത്തിന് എങ്ങനെയാണ് പോരിശ ഇല്ലാതിരിക്കുക എന്നെല്ലാമുള്ള ചില മറുചോദ്യങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്റെ മുമ്പിൽ നിങ്ങൾക്ക് അത് പറയാൻ ധൈര്യം വരാത്തത്? അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം കിടക്കുന്നത് അവിടെയാണ്. ആ ഒരു റബീഉൽ അവ്വൽ മാസത്തിന്റെ പോരിശ എന്റെ ഹബീബിന് മർമ്മും ദുർമ്മും തിരിച്ചറിയാത്തോണ്ടാണ്, വേറൊരു കുഴപ്പമില്ല കേട്ടോ. കമ്പി സിമെന്റ് ഒക്കെ ആണെങ്കിൽ ജമാൽ കൊടുവള്ളി പറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചിനി. പക്ഷെ മർമ്മും ദുർമ്മും നിങ്ങൾക്ക് തിരിയാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? വിഷയത്തിന്റെ മർമ്മ അതൊന്നല്ല ചങ്ങാതി. നിങ്ങൾ എന്തൊന്നും മനസ്സിലാക്കാത്തത്? വിഷയത്തിന്റെ മർമ്മ അതാണ്. നിങ്ങളുടെ റൈസ നിങ്ങൾ എന്തോ ഒരു ചോദ്യം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ എമ്മാണ്ട് വരണം അല്ലേ? നിങ്ങളൊരു പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സംഗതി ഇന്ന് കണ്ടുവരികയാണ്, ഒരു പോയിന്റ്, അയിമക്ക് എമ്പളാണ്ട് വരണം. എന്നാ ആദ്യം തന്നെയാണ് ചോദിച്ചാൽ പോരേനോ റബീഉൽ അവ്വലിന് മറ്റുള്ള മാസങ്ങളെക്കാൾ വല്ല പോരിശയുമുണ്ടോ? അങ്ങനെ ചോദിക്കുക. അപ്പൊ നമ്മളെ ചർച്ച അതാകുന്നു. ഇപ്പൊ അതല്ലേ ചർച്ച എന്തേനു വേറെയും മൗലിദ് ഓതാൻ പറ്റുമോ? അതൊരു ചർച്ച. എന്നിട്ട് മെല്ലെ അയിമ കുടുങ്ങിയപ്പോ തീമക്ക് കൊണ്ടുവരാൻ നോക്കുക. മനസ്സിലായി? അയിമ നിങ്ങൾ കുടുങ്ങി. അപ്പൊ നിങ്ങൾ എന്താക്കുക, പുതിയൊരു വിഷയം ചർച്ചക്കിടാൻ വേണ്ടി ശ്രമിക്കുക. അത് എന്തായാലും നടക്കൂല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പുതിയ വിഷയം നാളെ ഇട്ടോളി ചർച്ചക്ക്. പുതിയ വിഷയം നിങ്ങൾ നാളെ ചർച്ചക്കിട്ടോളൂ. ഇത്രയും ആളുകളെ സാക്ഷി എടുത്തിട്ടല്ലേ ഞങ്ങൾ പറയണത്. പിന്നെ നിങ്ങൾക്കൊരു ബേജാറുന്നു ആയിക്കോട്ടെ, നാളെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പത്തെ വിഷയം അതെല്ലാം. ഇപ്പത്തെ വിഷയം നിങ്ങൾ നോക്ക്, വിഷയത്തിന്റെ മർമ്മം അതെല്ലാം. വിഷയത്തിന്റെ മർമ്മം വേറെയാണ്. ഞാൻ പറഞ്ഞുതരാം എന്താ വിഷയത്തിന്റെ മർമ്മം എന്ന്. നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓർക്കാനുള്ള ശേഷി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണത്. നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം മൗലിദ് പരിശുദ്ധ ഖുർആനിലോ റസൂലുള്ളാഹിന്റെ കാലത്തോ ഉണ്ടോ അല്ലേ സുഹൃത്തുക്കൾ? അങ്ങനല്ലേ? ഞാനിപ്പോ ഇന്ന് കുറെ നേരം സംസാരിക്കുന്ന സൗണ്ടിനൊരു പ്രശ്നമുണ്ട്. അതിനിടക്കാണ് മൂപ്പര് മറ്റേ വിഷയം കൂടി ഇന്ന് ചർച്ച ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യം? നമുക്ക് നാളെ ചർച്ച ചെയ്യാലോ, അടുത്ത വിഷയം നാളെ ചർച്ച ചെയ്യാലോ. അതല്ല അവിടെ വിഷയം. ഇന്നത്തെ ചർച്ചന്റെ ആകത്തുകങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഉണ്ടോ? പരിശുദ്ധ ഖുർആനിൽ മൗലിദ് എന്ന പദം ഉണ്ടോ? നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഞാൻ അതിന് മറുപടി പറഞ്ഞു, പദം വിഷയമല്ല.
അല്ലെ? പദം വിഷയമല്ല. പദം പിന്നീടാണ് ഉണ്ടായതെങ്കിൽ പദം ഖുർആനിലും റസൂലുള്ളാഹിന്റെ കാലത്തും ഇല്ലെങ്കിൽ പദം പിന്നീട്, അതുകൊണ്ട് ആ വിഷയം പിന്നീടാണെന്ന് വരൂല. അല്ലെ കേസ് മുസ്താദ്? ഞാൻ പറഞ്ഞ മറുപടി അങ്ങനെ തന്നെ അല്ലേനോ? അല്ലെ? അത് പറഞ്ഞപ്പോ പിന്നെ മൂപ്പരിച്ചു, എന്നാ പിന്നെ മൗലിദിന്റെ വിഷയം എന്താണ് ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ നിർവചനം? ഞാൻ അതിന്റെ നിർവചനവും പറഞ്ഞു. എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടി പറയലാണ്. ഇനി ചങ്ങാതി ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കല്ലേ, ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിക്ക്. പൊന്നാറ് ജമാൽ ഇനി പദം പ്രശ്നമല്ലാന്ന് അടിച്ചിരിക്കല്ലേ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു എത്തിയ രീതിയാണ് ഞാൻ പറയണത്. പദം പ്രശ്നമല്ല, അതിനൊക്കെ സമ്മതിച്ചിക്കണേ. ഇനിയിപ്പോ അതിനൊക്കെ ചർച്ച കൊണ്ടുപോകല്ല, അത് തീർന്നതാ. ആ വന്ന റൂട്ടാപ്പ് ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ തിരി എന്താ മർമ്മന്ന്, അത് അല്ലാത്തൊരു ഇടങ്ങേറിന് ഇറ്റകളെ കൊണ്ട്. അപ്പോ എന്താ പറഞ്ഞേ, പിന്നെ പദം പിന്നീടുണ്ടായതാണെങ്കിൽ പദം പിന്നീടുണ്ടായതെന്നവരുള്ള പരിപാടി അന്നേ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താ മൗലിദിന്റെ പൊരുള്, മൗലിദിന്റെ നിർവചനം എന്താ? ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടലും പറയലുമാണ് മൗലിദ്. അത് പറഞ്ഞപ്പോ മുപ്പരുളെ അതൊന്നുമല്ല, റബീഉൽ അവ്വൽ ആകണമെന്ന് ഞാൻ പറഞ്ഞതില്ല. റബീഉൽ അവ്വൽ ആകണമെന്ന് മൗലിദിലില്ല. എന്താ കാരണം? ഇന്നും ഞാൻ മൗലിദ് ഓതി, നമ്മളെ ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും മൗലിദ് ഓതുന്നുണ്ട്. നമുക്ക് എന്ത് പരിപാടി ഉണ്ടായാലും റബീഉൽ അവ്വൽ ആകട്ടെ അല്ലാതിരിക്കട്ടെ ഞങ്ങൾ മൗലിദ് ഓതാറുണ്ട്. അപ്പൊ റബീഉൽ അവ്വലിലാകുക എന്നത് മൗലിദിന്റെ നിർവചനത്തിൽപ്പെട്ടതല്ല. അത് റബീഉൽ അവ്വൽ കൂടുതൽ ഓതാറുണ്ടാകാം, അതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം. മൗലിദിന്റെ നിർവചനം അതുമായിട്ട് യാതൊരു ബന്ധമില്ല. മൗലിദാകണമെങ്കിൽ റബീഉൽ അവ്വൽ ഓതണമെന്നോ അങ്ങനത്തെ യാതൊരു നിബന്ധനയും ഞങ്ങൾക്ക് ആർക്കില്ല. അങ്ങനെ ആരും ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ നിങ്ങൾ പിന്നെ പറഞ്ഞെന്താ, മദ്ഹ് ഓതുന്നതിന് ഞങ്ങളെതിരല്ല. അല്ലെ? നിങ്ങൾ പറഞ്ഞു മദ്ഹ് ഓതുന്നതിന് ഞങ്ങളെതിരല്ല. എന്നാ നമുക്ക് ഒറ്റ കാര്യം ഇവിടെ തീരുമാനാക്കാൻ നിങ്ങൾ ഒരു സംഗതിന് പറഞ്ഞാൽ മതി. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് ഞങ്ങൾ മൗലിദ് ഓതി, നാളെ ഓതും, മറ്റന്നാൾ ഓതും, ഇൻഷാ അല്ലാഹ് എന്നും ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ എതിരല്ലേ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മൗലിദിന്റെ എഴുതി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനൊന്നും പറ്റൂല. അങ്ങനല്ലല്ലോ. വെറുതെ എന്തിനാ നമ്മള് ഓരോന്ന് വിഷയങ്ങൾ ആലോചിച്ച് നിർമ്മിച്ചുണ്ടാക്കേണ്ട കാര്യം? എന്താ നടക്കണത് നമുക്ക് നോക്കാലോ. എന്താ ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ ഓരോ ദിവസം ഓരോ മൗലിദ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് അവിടെ അല്ല. ഞങ്ങളിവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹായി മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ള വരികളാണ് ഞങ്ങളിവിടെ പിന്നെ ഊതുന്നത്. മനസ്സിലായോ? അത് റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടുത്തെ പറയാം. അവിടെ അതാണ് ചർച്ചന്റെ മർമ്മം. മനസ്സിലാക്കിക്കോ. റബീഉൽ അവ്വൽ ആകാതിരിക്കുക എന്നത് മൗലിദുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയം തന്നെയല്ല. അത് റബീഉൽ അവ്വൽ കൂടുതൽ ഓതുന്നുണ്ടാകാം, അതിന് ചില കാരണങ്ങളുണ്ടാകും. അത് മർമ്മമല്ല. മനസ്സിലായോ? മർമ്മം തന്നെ എന്താന്ന് തിരിയില്ല. മർമ്മം അതല്ല. മർമ്മം എന്താ? ഈ ഓതുന്ന മൗലിദ് മദ്ഹാണോ അല്ലേ, അതാ മർമ്മം. അത് നിങ്ങൾക്ക് ഗണ്ണിക്കാണ്ട് ഇപ്പൊ ഗണ്ണിച്ചോളൂ. അല്ല, ഈ റബീഉൽ അവ്വൽ മൗലിദ് ഓതാമെന്ന് വന്നാൽ റബീഉൽ അവ്വൽ ഓതുന്നതിന് വല്ല പ്രത്യേകതയുണ്ടോ? അത് നിങ്ങൾക്ക് വേറൊരു ചർച്ച ചെയ്യാം. അതിന്റെ കൂടെ റബീഉൽ അവ്വൽ മാസത്തിന് വല്ല പോലിശിയുണ്ടോ? അത് നമുക്ക് കൂടെ ചർച്ച ചെയ്യാം. അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. അത് മർമ്മമാണ് എന്ന് നിങ്ങൾക്ക് മർമ്മം തിരിയാത്ത സുഖോടുകൊണ്ട് എന്താക്കാണ് നിങ്ങൾ വിചാരിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാന് പിന്നെ പറയാണ്, ഇവിടെ സമയം 1:30 മണിയായി. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് ചർച്ച പോകാൻ തീരെ അനുവദിക്കാത്തത്. നിങ്ങൾക്ക് സൗണ്ടിന് പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ച ചർച്ച ഒരു വഖഫിലെത്തുക, നിർത്തുക, അടയാളം വെച്ച് വിരിഞ്ഞോളി. നാളെ വരിക, അവിടെ നിങ്ങട്ട് എന്താക്കുക, നിങ്ങൾക്ക് അടുത്ത വിഷയം ഉണ്ടല്ലോ, റബീഉൽ അവ്വൽ മാസത്തിന് പോലീസുണ്ടോ ഇല്ലെന്നല്ലേ, അടുത്ത വിഷയത്തിലേക്ക് ചർച്ച ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ എന്നും എല്ലാ ദിവസവും മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മൗലിദിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു ചോദ്യം ഇവിടെ ചോദിച്ചു. നിങ്ങൾ നേരത്തെ പ്രതികരിച്ചു കണ്ടില്ല. നിങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് മദ്ഹ് എന്ന് പറഞ്ഞാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കബളിപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പൊ കണ്ടത്. ഞങ്ങളോട് ഉണ്ടാക്കി കൊണ്ടില്ല, നേരത്തെ എഴുതി തയ്യാറാക്കപ്പെട്ട് അച്ചടിച്ചിട്ടുള്ള, നിങ്ങൾക്കും വായിക്കാൻ കിട്ടുന്ന, നിങ്ങൾക്കും വാങ്ങാൻ കിട്ടുന്ന ഷറഫലന മൗലിദും മങ്കൂസ് മൗലിദൊക്കെയാണ് ഞങ്ങൾ മൗലിദിന്റെ സമയത്ത് ഓതാറുള്ളത്. അത് റസൂലുള്ളാഹിന്റെ മദ്ഹ് തന്നെയാണ്, അതിലാർക്കും തർക്കമൊന്നുമില്ല. മദ്ഹ് പറയുന്നതിന് ഏത് കാലത്തും പറ്റുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു മൗലിദ് നിങ്ങളാരും എവിടെ നടത്തി കാണുന്നില്ല. എന്താണ് അതിന്റെ കാരണം ഞങ്ങൾക്കറിയില്ല. എന്ന് മാത്രമല്ല, നടത്തുന്നവരെ നിങ്ങൾ നിശിതമായി എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണുള്ള സംഭവം അല്ലേ? ഞങ്ങളെ മൗലിദിന്റെ എല്ലാ പരിപാടിയും നിങ്ങൾ എതിർത്തുകൊടുക്കല്ലേ? റബീഉൽ അവ്വൽ മാത്രം നിങ്ങൾ എതിർക്കല് ആണോ? എല്ലാ മൗലിദിനും നിങ്ങൾ എതിർത്തുകൊടുക്കുകയുള്ള സത്യത്തില് അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ എതിർക്കണില്ല, ഞങ്ങൾ അങ്ങനെ മദ്ഹ് പറഞ്ഞതിന് ഞങ്ങൾ എതിരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. മദ്ഹ് പറയുക എന്ന് പറഞ്ഞാൽ അതതിന്റെ വേറൊരു പേരാ.
അതിനാണ് ഈ മദ്ഹ് പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ മൗലിദ് എന്ന് പറഞ്ഞത്. മൗലിദൊക്കെ മദ്ഹ് പറയൽ തന്നെയാണ്. അതിനെ പിന്നെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. നിങ്ങളുടെ കയ്യിലുള്ള മൗലിദ് മറ്റൊരു വിഷയമാണ്. നമ്മളെ വിഷയം അതല്ല. നമ്മൾ ഓരോരുത്തർ നിങ്ങളെ കയ്യിലുള്ള മൗലിദ് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിക്കാത്ത മൗലിദുകളില്ലേ? പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ നിങ്ങൾ പലതിനും തള്ളിയിട്ടുണ്ട്. പിന്നെ മർക്കസിൽ നിന്നുണ്ടായ 6 മൗലൂദിനെ പറ്റി മാത്രമേ ഇപ്പൊ ചർച്ച ചെയ്യൂ എന്ന് വരെ ചില സഖാഫിമാർ വാദപ്രതിവാദത്തിന്റെ വേളയിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോ അത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന മൗലൂദ് അല്ല നമ്മുടെ ചർച്ച. ഇവിടെ ചർച്ച മൗലിദ് എന്ന വിഷയവും മദ്ഹ് എന്ന വിഷയവുമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റമദാനിൽ നല്ലോണം കൂലിയിട്ടണല്ലേ, അതുകൊണ്ട് അപ്പം നല്ല ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യണം. പാതിരാ സമയത്ത് നല്ലോണം കൂലിയിട്ടണോണ്ട് ഈ കാര്യങ്ങൾ കളവ് പറയാൻ ഈ നേരത്തേക്ക് തന്നെ വെച്ചില്ലേ? അല്ല, അറിയിട്ട് ചോദിക്കുക. നിങ്ങളെ ഈ പാതിരാ സമയത്ത് ദുആക്കൊക്കെ വലിയ ഇജാബത്താണ് എന്നുള്ള ജൗഫുല്ലയില്, അതുകൊണ്ടേക്കും നിങ്ങൾ ഈ കളവ് പറയാൻ ഈ നേരത്തേക്ക് തന്നെ വെച്ചത്. വലിയ കൂലിട്ടിക്കോട്ടെ വെച്ചിട്ടേ ഏതാ ഈ മർക്കസ് ഇറങ്ങണ മൗലിദെന്ന് പറഞ്ഞില്ലോ? നിങ്ങളെ ആളുകളെ പൊട്ടനാക്കണേന് കണക്കുണ്ട് ജമാലെ. സിമെന്റിന്റെയും കമ്പനിയും കണക്കിടുമ്പോ ചിലപ്പോൾ എന്നെ പോത്തോലെ പൊട്ടനാക്കാൻ പറ്റിയിരിക്കും. കാരണം എനിക്കതറിയില്ലോ. അതേസമയം ഇജാതി വിഷയത്തിൽ നിങ്ങൾ നമ്മളെ പൊട്ടനാക്കാൻ നോക്കണ്ട എടാ. മറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പൈസ ഒക്കെ പറ്റിക്കാം. സിമെന്റ് കമ്പനിയൊക്കെ കണക്കിടുമ്പോഴൊക്കെ അതൊക്കെ നടന്നു തരും. അതേ സമയത്ത് ഈ ജാതി വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലത്തോളം എന്താക്കരുത്, പൊട്ടനാക്കാൻ നോക്കരുത്. തൽക്കാല പരിപ്പോടെ വേകൂല. എന്റെ ചോദ്യം, ഏതായി മർക്കസ് ഇറങ്ങണ മൗലിദ് എന്ന് പറഞ്ഞിട്ടേക്കാ നിങ്ങൾ പച്ച നുണ പറയാ ആണോ? മർക്കസ് ഇറങ്ങണ മങ്കൂസ് കൊണ്ട് മർക്കസ് ഇറങ്ങിയതാ? എവിടുന്ന് ഇറപ്പി ചെങ്ങായിമാര് വരുന്നേ? മങ്കൂസ് കൊണ്ട് മർക്കസ് ഇറങ്ങിയതാ? ഏതായി മർക്കസ് ഇറങ്ങിയ മൗലിദെന്ന് പറഞ്ഞിട്ടിക്ക പച്ച നുണ പറയണ ഈ പാതിരാക്ക്. അലവി സഖാഫി പ്രസംഗിതങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ മുജാഹിദിന്റെ പ്രസ് ഇങ്ങോട്ട് അടിച്ചു വിടുകയല്ലേ. ഏതാണ് ആ വിഷയം എന്നറിയോ? പിന്നെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് 1-2 പോയിന്റുകള്. പിന്നെ ബദറിൽ വെച്ച് 12,000 ശത്രുക്കൾ ഓടി എന്ന് പറഞ്ഞ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ മുജാഹിദിന്റെ പ്രസ് അടിച്ചിറക്കി വിടുന്നത്. ഏത് മൗലൂദിനെ പറ്റിയാ പറയുന്നത്? കേരളീയ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലൂദിലുള്ള വരികളെ പറ്റിയാണ്. അപ്പോഴാ പറഞ്ഞത് മർക്കസ് അംഗീകരിച്ച്. അതിന് തെളിവ് കേട്ട് ഹാജരാക്ക്. മർക്കസ് ഇറങ്ങിയ മൗലൂദാണ് അംഗീകരിക്കാന്ന് അലവി സഖാഫി പറഞ്ഞിട്ട് തെളിവും കേട്ട് വെക്ക്. എന്നിട്ട് ബാക്കി സംസാരിക്കാം. നോണ പറയണതിന് കണക്കൊന്നുമില്ലല്ലോ അല്ല ജമാലെ? മർക്കസ് ഇറങ്ങിയ മൗലിദാണ് ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് അലവി സഖാഫി ഉസ്താദ് പറഞ്ഞതിന് തെളിവുണ്ടെങ്കിൽ ആ തെളിവ് കേട്ട് വെക്ക്. ഇങ്ങനെ കുറെ നേരമായി ഞാൻ തെളിവ് പറഞ്ഞിരിക്കുന്നത്, ഒറ്റൊന്നിനും തെളിവുണ്ടാവില്ല അല്ലേ? ഞാൻ തെളിവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. എന്തിന്റെ തെളിവ് നിങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ച്? മുജാഹിദിന്റെ നേതാക്കന്മാര് മദ്ഹിന് പിന്നെ അനുകൂലമായി എഴുതിയ ലേഖനോ അല്ലെങ്കിൽ അതിനനുകൂലമായി പ്രസംഗിച്ചതോ ഞാൻ ചോദിച്ചു. അതിനൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല. ഒറ്റ തെളിവും കൂടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അതല്ല. ഇനിയിപ്പോ വിഷയം എത്തിക്കല്ലേ? അലവി സഖാഫി ഉസ്താദ് മർക്കസ് ഇറങ്ങണ മൗലിദേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഹാജരാക്കുക. തൊള്ള പ്രസംഗം ഇനി വേണ്ട കേട്ടോ. പ്രസംഗം പലതവണ നടത്തിയല്ലോ, അത് പച്ച കള്ളാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. നിങ്ങൾ അത് തെളിയിക്കാനാണ് മൈക്ക് തരുന്നത്. മൈക്ക് എടുത്തോളി. അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ആ മൗലൂദുകളെ പറ്റി മാത്രമേ ഇന്ന് ഇവിടെ ചർച്ച നടക്കൂ എന്ന് ഒരു സംവാദ വേദിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. എനിക്ക് ആ വീഡിയോ ഒന്ന് തെരഞ്ഞെടുക്കേണ്ടി വരും, കുറച്ച് സമയം എടുക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഏതാനും ഒരു 6-7 മൗലൂദുകളെ പേര് പറഞ്ഞ് മർക്കസ് അംഗീകരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റി മാത്രമേ ഇപ്പൊ ഈ ചർച്ച നടക്കൂ. എല്ലാ സമൂഹത്തിലുള്ള ഒരുപാട് മൗലൂദുകളുണ്ട്. അതൊക്കെ മുജാഹിദിന്റെ പ്രശ്നം അടിച്ചുവിടുന്നതാണ്. അതിനൊന്നും ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല. അതൊക്കെ മുജാഹിദീങ്ങളുണ്ട് കെട്ടി പാണ്ടാക്കി ഞങ്ങളെ തോളിട്ടതാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നപ്പോൾ മറ്റു വേദികളിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മറ്റു പണ്ഡിതന്മാരും ആ രൂപത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചുരുക്കണ്ട. നീ വേദന ബാധിലായിട്ട് നോണയൊക്കെ കുറെ നീട്ടി പറഞ്ഞല്ലേ. നീ ബാക്കിയുള്ള ചുരുക്കി പറയണ്ട. ജമാലെ ഒന്ന് ആലോചിച്ച് പറയും.
മർക്കസിൽ നിന്ന് ഇറങ്ങണ മൗലിദുണ്ടൊരു മൗലിദില്ല. അങ്ങനെ ഒരു അലവി സക്കാഫിട്ട് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. ഞാനൊരു ക്ലിപ്പ് കേട്ടാണ് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നടക്കണ്ട. മർക്കസിൽ നിന്ന് ഇറങ്ങണ ഒരു മൗലിദുണ്ടൊരു മൗലിദില്ല. മർക്കസ് അങ്ങനെ മൗലിദുണ്ട് ഇറക്കിയിട്ടില്ല. മനസ്സിലായോ? ഈ പറഞ്ഞ ഷറഫലന മൗലിദും മങ്കൂസും ഇതൊക്കെ മർക്കസിൽ നിന്ന് ഇറങ്ങിയതാ. മർക്കസ് ഉണ്ടാകണമെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ മൗലിദാണ് അതൊക്കെ. എന്നിട്ട് മർക്കസിൽ നിന്ന് ഇറങ്ങിയ മൗലിദ് അലവി സക്കാഫി പറഞ്ഞിക്കണേല്ലോ. കുറെ കാലം മൗലിദ് നിങ്ങൾ ഓതി ഇറങ്ങിയല്ല. ഏത് മൗലിദ് നിങ്ങളൊക്കെ ഓതിയത്? ഈ മങ്കൂസ് മൗലിദൊക്കെ നിങ്ങൾ ഓതിനാ? അതൊക്കെ മർക്കസ് ഉണ്ടാകുന്നതിന്റെ മുമ്പില്ല മൗലിദൊന്നും. അപ്പൊ അങ്ങനത്തെ ഒരു മൗലിദ് തന്നെ അലവി സക്കാഫി പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞതറിയോ? ഞങ്ങൾക്ക് കേട്ടോ. ഇതാർക്കാ ചെയ്യാത്തത്? മൗലിദിനെ പറ്റി ചർച്ച നടത്തണം. ആയിക്കോട്ടെ, ന്യായമായ ഒരു ആവശ്യമാണ്, നമുക്ക് ചർച്ച നടത്താം. അപ്പൊ ഏതൊക്കെ മൗലിദാ ചർച്ച? മുജാഹിദീങ്ങൾ കൊണ്ടുവരുന്ന കുറെ മൗലിദുണ്ട്, അതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച നടത്തണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതെങ്ങനെ ഇപ്പൊ ചർച്ച നടക്കല്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പണി നിങ്ങൾ എടുക്കൂലേ? നിങ്ങൾ എത്ര മൗലിദ് എഴുതിയിലാക്കിയെന്ന്? അല്ലെങ്കിൽ നിങ്ങളെന്ന് വെക്കണ്ട, നമ്മളൊന്ന് പറയാ, നിങ്ങളെന്ന് വെക്കണ്ട. ഇവിടെ ആരെങ്കിലുമൊക്കെ ബുക്ക് എഴുതി അടിക്കാൻ ആർക്കെങ്കിലും വല്ല ലൈസൻസും വേണം? അവിടെ വേണം. ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കാണ്ട് അടിക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ പല പുസ്തകം മൗലിദ് എന്നുള്ള പേരിൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അത് ഞങ്ങൾ കണ്ടതുണ്ടാകാം, കാണാത്തതുണ്ടാകാം, അംഗീകരിക്കാൻ പറ്റിയതുണ്ടാകാം, അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടാകാം. ഇതൊക്കെ എല്ലാവർക്കും ഒരു വാസ്തവമാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ നേതാക്കന്മാര്, എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും എഴുതിയ ലഘുലേഖകളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ എഴുതിയ എല്ലാ ലഘുലേഖകളും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇത് നേതാക്കന്മാരെന്നെ. അപ്പൊ ഞാൻ പറയുന്നത്, മൗലിദ് എന്നുള്ള പേരിൽ എഴുതുന്നത് ഞങ്ങളെ നേതാക്കന്മാരായിക്കൊള്ളുന്നില്ല, പണ്ഡിതന്മാരായിക്കൊള്ളുന്നില്ല. ആർക്കും എഴുതാം, അതിനോട് ലൈസൻസ് ഒന്നും വേണ്ട. ആർക്കും എഴുതാലോ, ഏത് പുസ്തകവും ആർക്കും എഴുതാം, അച്ചടിക്കാം, വിടാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, ഇവിടെ ഉള്ള എല്ലാ മൗലിദിനെ പറ്റിയും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അല്ലേ? ഞങ്ങളത് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മൗലിദോടെ ഇറങ്ങി ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമോ? അതല്ലേ അലവി സക്കാഫി പറഞ്ഞത്? അതല്ലേ ന്യായം? അതേ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദുണ്ട്, അവിടുന്ന് ചർച്ച തുടങ്ങേണ്ടത്. മനസ്സിലായിക്കോ? ഞങ്ങളിവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദുണ്ട്. ആ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദിൽ വല്ല പ്രശ്നമുണ്ടോ? അതല്ലേ തീരുമാനാക്കണ്ടല്ല. ഓതാതെ അൽമാറയിൽ നിൽക്കുന്നതിനെ പറ്റിയാ തീരുമാനാക്കേണ്ടത്. ഇവിടെ മൗലിദ് അൽമാറയിൽ വെച്ചിട്ട് അൽമാറയിൽ വെച്ചിട്ട് അൽമാറ മുസ്ലിക്കൊന്നാവൂലല്ലോ ജമാലെ. മൗലിദിന്റെ ഏടുണ്ടല്ലോ, അത് അലമാരയിൽ വെച്ചതുകൊണ്ട് അലമാറ മുസ്ലിക്കാവോ? അതല്ല പ്രശ്നം. ഓതുനോൻക്കല്ലേ പ്രശ്നമൊക്കെ ഉണ്ടാകുക. വിദേഹത്തും ശിർക്കൊക്കെ ഓതുനോൻക്കല്ലേ. അവിടെ ഓതുന മൗലിദിനെ പറ്റി ചർച്ച ചെയ്യും. അതിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ വേറെ 313 ഏടും 413 ഏടൊക്കെ നോക്കി പോണത്. ഇവിടെ ഏടിന്റെ എണ്ണം പറയല്ല. ഏത് ഏടുണ്ടെങ്കിലും ഞങ്ങൾ സ്ഥിരമായിട്ട് ഓതുന മൗലിദ മങ്കൂസ് മൗലിദ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആണത്തുള്ള ഒരു വഹാബി ഉണ്ടെങ്കിൽ വാ. ഷറഫലന മൗലിദ് ആണത്തുള്ള വഹാബി ഉണ്ടെങ്കിൽ വാ. അതല്ല നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളെ മൗലിദിന്റെ പേരിൽ കുത്തണം. അതിന് ആരൊക്കെ മൗലിദിന്റെ പേരിൽ എഴുതിണ്ടാക്കിയ പലതും ഉണ്ടാകാം. ഞങ്ങൾ അറിയുന്നതുണ്ടാകാം, ഇല്ലാത്തതുണ്ടാകാം, ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. മനസ്സിലായോ? അമേരിക്കക്കാര് പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിട്ട് IS ഇറക്കി വിടുന്നത് പോലെ ഒരുപക്ഷെ നിങ്ങൾ എന്തുണ്ടാവും, കുറെ ബുക്കുകളും ലേഖനങ്ങളൊക്കെ നിങ്ങൾ ഇറക്കി വിടുന്നുണ്ടാവും ഞങ്ങളെ പേരിൽ മൗലിദ് എന്ന് പറഞ്ഞിട്ട്. അല്ലേ? അതിനൊക്കെ ഞങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതല്ല വിഷയം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൗലിദ് എന്ന് പറഞ്ഞ വിഷയത്തിലാണ് നമ്മളുടെ സംസാരമെങ്കിൽ അവിടെ കിതാബുകളുടെ ഉള്ളടക്കം പരിശോധിക്കേണ്ടതില്ല. അതേ സമയത്ത് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചർച്ച വന്നപ്പോ അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളിവിടെ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദ് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണുള്ളത് അല്ലേ ഉള്ളത്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതിലാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ ഓതുന്ന കുറെ മൗലിദുകളുടെ ഉണ്ട്. മനസ്സിലായോ? അതിനെപ്പറ്റി ആദ്യം ചർച്ച ചെയ്യുക. അതിന്റെ കാരണം എന്താ അറിയോ? നിങ്ങൾ ഈ ഷറഫുൽ അനാമിനെ പറ്റി ആദ്യം ചർച്ച ചെയ്യ്, മങ്കൂസിനെ പറ്റി ആദ്യം ചർച്ച ചെയ്യ്. കാരണം മങ്കൂസിൽ വല്ല ഷിർക്കും ഉണ്ടെങ്കിൽ തെളിയിച്ചു കൊടുക്കി, ഓതിനോല് നിർത്തട്ടേന്ന്. മറ്റേ മൗലിദത്തിൽ അലമാറയിൽ ഇരിക്കല്ലേ? അല്ലേ? ഏടിലെ അലമാറയിൽ ഇരിക്കണ കുറെ മൗലിദ് വേറെ ഉണ്ടാവും. അതിനെപ്പറ്റി വെറുതെ ചർച്ച ചെയ്തിട്ട് എന്താ അലമാറ മുശ്രിക്കാവും എന്നുള്ള ബേജാറൊന്നും നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് അവിടെ നോട്ടെ. ഇവിടെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കണ മൗലിദുണ്ട്, അതിൽ വല്ല അപാകതന്റെ അതൊന്ന് ആദ്യം പറയും കേട്ടോ. വിശ്രമിക്കണ മൗലിദ് അവിടെ വിശ്രമിച്ചോട്ടെ. നിങ്ങൾ നാളെ ഒരു മൗലിദ് ഉണ്ടാക്കിക്കൊണ്ടിരും, എന്നിട്ട് അതിനെപ്പറ്റിയാ ചർച്ച. അങ്ങനല്ല. ഞങ്ങൾ ഓതുന്നതും ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾ അറിയുന്നതും ഞങ്ങൾ അംഗീകരിക്കുന്നതുമായ മൗലിദിനെ കുറിച്ച് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യേണ്ട ബാധ്യതയുള്ളൂ. അതങ്ങനെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എത്രയോ ആളുകൾ ഇവിടെ പല സംഗതികളും ഇവിടെ അടിച്ചിറക്കുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ ആരാ ഉത്തരവാദികൾ? മനസ്സിലായോ? അപ്പൊ അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? മൗലിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയല. ഇന്നത്തെ ചർച്ചയാണ്. പയ്യോളി ഉസ്താദ് താഴണ്ട,
എനിക്ക് സമയം വൈകിയെന്ന് മാത്രമല്ല എൻ്റെ സൗണ്ടിന് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം തുടരാൻ പറ്റില്ല. പിന്നെ ഉസ്താദുണ്ട്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ചർച്ച. ഇവിടെ എത്തി നിൽക്കുന്നത് മനസ്സിലായോ? മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലാണ്. ആ മദ്ഹ് പറയലിനെ നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. മുജാഹിദുകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ തെളിവൊന്നും ജമാൽ കൊടുവള്ളി ഇവിടെ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ മൗലിദ് അഥവാ മദ്ഹ് ഓതാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അതിൽ പങ്കാളികളാകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഏതൊരു സദസ്സിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയാലും മുജാഹിദുകൾ വളരെ പുച്ഛത്തോടെ മാത്രമേ ആ സദസ്സിനെ കണ്ടിട്ടുള്ളൂ. അല്ലേ സുഹൃത്തുക്കളെ? ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളല്ലേ. പുരയെ കൂടാൻ വന്നാൽ ഒരു വീടിന്റെ ഉദ്ഘാടനത്തിന് രാവിലെ ഞങ്ങൾ മൗലിദ് ഓതും. മുജാഹിദ് പുച്ഛത്തോടല്ലേ കാണല്? അല്ലേ? എന്താ നിങ്ങളതിന് പുച്ഛം കാണാൻ കാരണം? അറിയേറ്റ് വയ്ക്കണം. നിങ്ങളെന്നല്ലേ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് എപ്പോഴും ചെല്ലാം, എപ്പോഴും പറയാം, ഒരു കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോ നമ്മളെ ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് അതിന്റെ കുടുംബ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഓതാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? ഉണ്ടോ? നിങ്ങളിത് പറയുള്ളൂ. നിങ്ങളെ കൊണ്ടത് ഓതാനും സാധിക്കൂല, പറയാനും സാധിക്കൂല. അതേ സമയത്ത് നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും. എന്തറിയോ? റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പയും നരകത്തിലാണ്, ഞങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനേനു നിങ്ങൾ പറയാൻ സാധിക്കും. അല്ലെ? ഉഹദ് യുദ്ധത്തില് മുഹമ്മദ് നബിന്റെ തലക്ക് പരിക്ക് പറ്റി, അതുപോലെ മുൻപല്ലിന് പരിക്ക് പറ്റി, എന്നിട്ടും കൂടി മുഹമ്മദ് നബിക്കൊന്നും കാട്ടാൻ പറ്റിയിട്ടില്ല. പിന്നെ തങ്ങളെ സഹായിക്കാൻ കഴിയണ്. ഇങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമുള്ള മഹാന്മാരെ ഇകഴ്ത്താൻ പറ്റിയ വാചകങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ കസർത്തും. അതിനൊക്കെ നിങ്ങൾ കഴിയുകയും ചെയ്യും. അതേ സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് അഥവാ മൗലിദ് ഓതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ വരാനോ അതിൽ കൂടാനോ അതിന് പങ്കാളികളാകാനോ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നിശ്ചിതമായി വിമർശിക്കുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നതാണ് മുജാഹിദുകളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. മനസ്സിലായോ? അതിനെതിരെ ഞങ്ങൾ ഇങ്ങനെയാണ് തൽക്കാലം രക്ഷപ്പെടാൻ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്രയും നേരം കുറെ ആളുകൾ കേട്ടിരുന്നിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിന്റെ ഉപഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ചർച്ച വേണമെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം വന്നോളൂ. ഇല്ലെങ്കിൽ ഇതാ പയ്യോളി ഉസ്താദുണ്ട്, ഉസ്താദായിട്ട് ചർച്ച തുടർന്നോളൂ. എനിക്കിവിടെ സമയം 1:30 മണി കഴിഞ്ഞു. ഇനി തുടരാൻ പ്രയാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം മൈക്കോടുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൽക്കാലം മൈക്കോടുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. കുറച്ച് ദിവസം ഞാനാണ്ട് ബിസി ആയി പോയതാ, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് വല്ലാതെ ഇങ്ങോട്ടേക്ക് ബൈലക്സിലേക്ക് കണ്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല. കുറച്ചാണ്ട് ബിസി ആയിപ്പോയി. ഏതായാലും മാഷാ അല്ലാഹ് മൗലിദുമായിട്ട് ഇപ്പൊ റബീഉൽ അവ്വൽ തുടങ്ങിയിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ മൗലിദ് ഓതാൻ പാടില്ല എന്ന് അതിന്റെ മുമ്പേ തന്നെ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതിന്റെ ഒക്കെ മുമ്പ് തന്നെ ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കലും ഒച്ചപ്പാടുണ്ടാക്കലും തുടങ്ങിയില്ലേ. പക്ഷെ രസകരമായ സംഭവം എന്താണല്ലോ, നമ്മൾ മൗലിദ് അംഗീകരിക്കുന്നു, മൗലിദ് ഓതണം അല്ലേ? നമ്മള് സുന്നികൾ അങ്ങനെയാണ്, മൗലിദ് അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ മൗലിദ് ഓതുന്ന ആൾക്കാരാണ്. അപ്പൊ മുജാഹിദ് മൗലവിമാര് അന്നപ്പോ നിങ്ങൾ മറുപടി പറയണം. എന്തിന് ഇന്ന മൗലിദിനെ കുറിച്ച് ഒരു ചർച്ച വെക്കണം. ഏത് മൗലിദിനെ കുറിച്ച്? നമ്മൾ കണ്ടിട്ടുമില്ല, ഓതിയിട്ടുമില്ല, ഓതുന്നുമില്ല. അങ്ങനത്തെ ഒരു മൗലിദിനെ കുറിച്ച് ചർച്ച വെക്കണം. എങ്ങനെയുണ്ട്? ഉദാഹരണമായിട്ട് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ചേകന്നൂരി എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ ഹദീസ് സ്വീകരിക്കൂലേ? ഞങ്ങള് സുന്നികളല്ലേ, നമ്മള് ഹദീസ് സ്വീകരിക്കുന്ന ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാ പിന്നെ അൽക്കാഫി സ്വീകരിക്കുവോ? അൽക്കാഫിയിലുള്ള ഒരു 2-3 വിഷയം ഞാൻ നിങ്ങളോട് ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? നമ്മളെന്താ അതിന് മറുപടി അറിയാം? അൽക്കാഫി സഹീഹുൽ ബുഖാരി അല്ലോ, ഷിയാക്കളുടെ കിതാബാണ് ഹദീസിന്റെ കിതാബ് അൽക്കാഫി. അതിലുള്ള 2-3 വിഷയങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഞങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയുമെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? അത് ഞങ്ങൾ നോക്കുന്ന കിതാബോ ഓതുന്ന കിതാബോ അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന കിതാബോ അല്ല.
ഞങ്ങൾ പ്രചരിപ്പിക്കണ ബുഖാരി ഉണ്ട്, മുസ്ലിം ഉണ്ട്, സിഹാഹു സിത്തകളുണ്ട്. ഇനി അതല്ലാതെ വേറെ ഹദീസിന്റെ എത്ര കിതാബുകളുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ആരും ഓതലോ പഠിപ്പിക്കലോ പാടലോ പറയലോ ഇല്ലാത്ത അൽകാഫിനെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പാട്? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഈ ഒരു അവസ്ഥയാണ് സത്യത്തിൽ മുജാഹിദീങ്ങൾക്ക് ഉള്ളത്. നമ്മൾ ഓതിനൊന്നും ഒരിക്കൽ പ്രശ്നമല്ല. അതിനെ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളിപ്പം എന്തായാലും നിങ്ങൾക്കറിയാലോ മങ്കൂസ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഉറപ്പ് തന്നെയല്ലേ? ഉറപ്പാണല്ലോ. മങ്കൂസ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ജമാല ഉണ്ട്. ഷറഫല്ലാനാമ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പുള്ളവരെ കുറിച്ചൊന്ന് അത് പറ്റുമോ? അതിലിപ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാലോ. അതെന്തായാലും പറ്റുമല്ലോ. അതിന് ശരിക്കും ഇർത്തക്കബത്തുണ്ട്, അതുപോലെ തന്നെ അഷഫാഅത്ത് അബുലനുണ്ട്, ഇർത്തക്കബത്ത് അൽഹത്ത് ഉണ്ട്. അതൊക്കെ ഉള്ളതോട് കൂടെ തന്നെ അത് പറ്റും നിങ്ങൾക്ക് തീരുമാനമായി. മുജാഹിദീങ്ങൾക്ക് അതൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാല് അവർക്കിപ്പോ അത് അംഗീകരിച്ച് തരാൻ നിർവാഹമില്ല. ഇതന്നെ പ്രശ്നം. ഇനിയിപ്പോ നമ്മൾ പാടാത്ത പറയാത്ത കുറെ കിതാബുകളുണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഉള്ള നമ്മളെല്ലാരും ചെല്ലുന്ന കിതാബിനെ ഒഴിവാക്കിക്കാം. അത്രയും മുജാഹിദീങ്ങളെ കൊണ്ട് ലക്ഷ്യമിട്ടിട്ടുള്ളൂ. അതൊന്നും സ്വീകരിക്കാനും അംഗീകരിക്കാനും നിർവാഹമില്ല സുഹൃത്തെ. അതൊക്കെ ഒരു വക്രിത ശ്രമമാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഓതുന്ന ശരാശരി പണ്ടേ ഓതി വരുന്ന മൗലിദുകൾ ഇവിടെ ഇഷ്ടം പോലില്ലേ? ആ മൗലിദുകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് പ്രശ്നം എന്താ? ആരെങ്കിലും, ഞാൻ ഓതിയിട്ടില്ല കേട്ടോ സത്യത്തില്. ഈ സിദ്ദീഖ് മൗലിദ് എന്നിട്ടൊരു മൗലിദ് ഞാൻ ഇതുവരെ അത് ഓതിയിട്ടില്ല. പക്ഷെ മുജാഹിദീങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ടുണ്ട്, അതിലെന്താ ഉള്ളതെന്നുണ്ട്. മനസ്സിലായില്ലേ? സിദ്ദീഖ് മൗലിദ് ഞാൻ ഓതിയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ പേരിൽ ഇതുവരെ അത് ഓതാൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഷറഫല്ലനാം ഓതാറുണ്ട്, അതുപോലെ തന്നെ ബദർ മൗലിദ് ഓതാറുണ്ട്, അതുപോലെ തന്നെ മങ്കൂസ് ഓതാറുണ്ട്, മൊഹീദ്ദീൻ മൗലിദ് ഓതാറുണ്ട്, റിഫാഴി മൗലിദ് ഓതാറുണ്ട്. ഇതൊക്കെ ഓതാറുണ്ട്. ഈ ഓതുന്ന് അതൊന്നും നിങ്ങൾ ഓതുന്നല്ല, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഓതാത്ത കുറച്ച് മൗലിദുണ്ട്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. എങ്ങനെ ഉണ്ടാവും? ഇതാണ് മുജാഹിദിന്റെ അവസ്ഥ. അതുകൊണ്ട് മാഷാ അല്ലാഹ് നമ്മള് സ്ഥിരമായി ഓതുന്ന മൗലിദുകളിലൊന്നും ഒരു കുഴപ്പമില്ല, അവർക്കും തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കും അവർ ഈ മാറ്റിക്കളം ചവിട്ടിയിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും ജമാൽ മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇല്ല, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എനിക്കും സമയം വൈകി, നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഓതുന്ന മൗലൂദ് എന്നതിന് അർത്ഥമല്ല, അത് കോട്ടൂർ തന്നെ ഇവിടെ വിശദീകരിക്കേണ്ടായി നേരത്തെ. പൗരാണിക കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട മൗലൂദുണ്ട്, പിൽക്കാലത്ത് എഴുതപ്പെട്ട മൗലൂദുണ്ട്. ഇപ്പോഴും മൗലൂദ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ആളുകൾ ഇനിയും എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഓതുന്ന മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കത് മനസ്സിലാവുക? നിങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി ഒട്ടിക്കണ്ടേ? മർക്കസിന്റെ മുമ്പിൽ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലോ എവിടെങ്കിലും ഒരു ലിസ്റ്റ് എഴുതി ഒട്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്നെ മൗലൂദുകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ആർക്കെങ്കിലും എന്തോ ചോദിക്കണമെങ്കിൽ ഇതിനെപ്പറ്റി ചോദിച്ചോളി. വേറൊരു കാര്യം ഇവിടെ ചോദിക്കരുത്. അതിന് നിർവാഹമുള്ളൂ. അപ്പോ തന്നെയല്ല നമ്മുടെ വിഷയമല്ല, നിങ്ങൾ ഓതുന്ന മൗലൂദല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം മൗലിദാണ്. മൗലിദ് എന്നതാണ് നമ്മുടെ വിഷയം. റബീഉൽ അവ്വൽ മാസമാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹിന്റെ മദ്ഹാണ് നമ്മുടെ വിഷയം. ആ വിഷയം ഇവിടെ അവസാനിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് കോട്ടൂർ വിഷയത്തെ ഒരു പ്രത്യേക വിഭാഗം ഓതുകയും പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലേക്ക് വിഷയത്തെ ഒരു പ്രത്യേക വിഭാഗം ഓതുകയും പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലേക്ക് വിഷയത്തെ അതാണ് അത് നല്ലൊരു വിഷയമാണ്. നിങ്ങൾ ഒന്ന് സബൂറാക്കി മനുഷ്യന്മാരെ. ജമാൽ എന്ന് പറയട്ടെ. ജമാൽ ഇപ്പോ എന്തായാലും മൗലിദ് കുഴപ്പമൊന്നുമില്ല. മൗലിദ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ കൂലിയുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളെന്തിനാ ഈ റബീഉൽ അവ്വൽ ഓതുന്നത്? നിങ്ങൾ അങ്ങനെ റബീഉൽ അവ്വൽ എന്നൊരു പ്രത്യേക മാസം തെരഞ്ഞെടുത്ത് നിങ്ങൾ ഓതുകയല്ലേ? അപ്പൊ അതിനാകുമ്പോ അതിന് തെളിവ് വേണമെന്നാ ഇല്ല ജമാലെ? അതല്ല നിങ്ങളെ പോയിന്റ്. എന്നും നീ ചോദിച്ചില്ല. പിന്നെ നിങ്ങൾ എന്താ വെച്ച് മൗലിദ് ഓതുന്നതിന് കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറയണത്? പക്ഷേ
നിങ്ങൾ ഈ റബീഉൽ അവ്വലിൽ ഓതുന്നതിന് എന്താ തെളിവ് എന്നുള്ളതല്ലേ? അതിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് എന്തിനാണ് റബീഉൽ അവ്വലിൽ ഓതുന്നത്? അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ട് റബീഉൽ അവ്വലിൽ ഓതണമെങ്കിൽ അതിന് പ്രത്യേകം രേഖ വേണമെന്നല്ലേ നിങ്ങൾ പറയണത്? ആ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ല ഇപ്പോഴും ഉണ്ടൂലല്ലോ. ഇതല്ലേ എനിക്ക് പറ്റാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കാത്ത റബീഉൽ അവ്വൽ മാസത്തിൽ മദ്ഹ് എന്ന കർമ്മത്തെ പ്രത്യേകം ആകുന്നതിന്റെ രേഖ എന്നല്ലേ ചോദിച്ച? അതന്നല്ലേ ഞാനിപ്പോ മലയാളത്തിൽ പറഞ്ഞത്. റബീഉൽ അവ്വൽ മാസത്തില് മൗലിദ് എപ്പോഴും അത് സുന്നത്തുള്ള കാര്യമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അതിന്റെ ജമാല ഓക്കെ. പക്ഷെ റബീഉൽ അവ്വൽ മാസത്തില് മൗലിദ് എന്ന ഒരു കർമ്മം പ്രത്യേകമായി ചെയ്യുന്നതിനുള്ള രേഖയല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അല്ലേ? അത് നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ റബീഉൽ അവ്വൽ അങ്ങനെ പ്രത്യേകമായി ഒരു മൗലിദ് സദസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അത് നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത അല്ലേ? അതല്ലേ നിങ്ങൾ ചോദ്യം? ഇപ്പൊ മൂപ്പര് മുണ്ടൂല, ഇപ്പോഴും മൂപ്പര് മുണ്ടൂല. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം. ഏതുപോലെ എന്ന് വെച്ചാൽ എളുപ്പത്തിന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ചിട്ട് ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒരു ദിക്ർ, നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ദിക്ർ തന്നെ, നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ഒരു പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച് ചെല്ലുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അല്ലേ നിങ്ങൾ ചോദിക്കുന്ന വിഷയം? ഇതന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? നബി പഠിപ്പിച്ചതാ. ഒരു മിനിറ്റ്, ജമാല് കൈതായിട്ട് നിങ്ങൾക്ക് ഞാൻ മൈക്ക് നിങ്ങൾക്ക് തന്നെ തരാം. ഞാൻ എക്സാമ്പിൾ ഒന്ന് എളുപ്പത്തിൽ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്തത് തന്നെ ഒരു ദിക്ർ. അങ്ങനെ വെക്കേ. ഇപ്പൊ മൗലിദ് എപ്പോഴും പറ്റും, സുന്നത്താന്ന് മനസ്സിലായല്ലോ. ഇനി നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ദിക്ർ, നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ഒരു പ്രത്യേകത കരുതിയിട്ട് ചെയ്യാൻ പാടില്ല എന്നതിന്റെ ആണ്ടിലല്ലേ നിങ്ങൾ ഈ മൗലിദ് അങ്ങനെ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച്, അഥവാ റബീഉൽ അവ്വൽ എന്ന സമയം പ്രത്യേകത നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയണത് അല്ലേ? ആണോ അല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ ജമാലെ? ഇത് എളുപ്പത്തിൽ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. കാര്യം അല്ലാന്നോ? പിന്നെന്താ? ഇപ്പോ നബി അങ്ങനെ ഒരു പ്രത്യേക സമയം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പ്രത്യേക ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറയണത് അല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ ഈ പറയണത്. ഏത് റബീഉൽ അവ്വൽ എന്ന ഒരു പ്രത്യേക മാസം, ഒരു സമയം അത് നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ ഈ പറയണത്? അതാ അപ്പൊ പറയാ അല്ല. എന്നാ പിന്നെന്താ അപ്പൊ നിങ്ങൾ പറയണത്? നിങ്ങൾ വൈകിട്ട് പറഞ്ഞാൽ ഒരു മിനിറ്റ്, അതെല്ലാം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റബീഉൽ അവ്വൽ എന്ന ഒരു പ്രത്യേക മാസം നിശ്ചയിച്ചുകൊണ്ട് നമ്മളൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യൽ അല്ല മൂപ്പര് ഉദ്ദേശിച്ചത് എന്നാ മൂപ്പര് പറയണത്. പിന്നെന്താ? എന്നാ നിങ്ങളൊന്ന് മൈക്കെടുത്തിട്ട് പറ. മറ്റ് മാസങ്ങളിൽ മദ്ഹ് പാരായണം എന്ന കർമ്മം നിർവഹിക്കുന്നതിനേക്കാൾ റബീഉൽ അവ്വൽ മാസത്തിൽ നിർവഹിക്കുന്നതിന് പുണ്യം കൂടുതലുണ്ടോ, അതിപുണ്യമുണ്ടോ ഇല്ലേ എന്നതാണ് എന്റെ ചോദ്യം. അതല്ലാതെ നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയാം. ഞാനിപ്പോ സുബഹിസ്കരിച്ചതിന് ശേഷം ഒരു 10 സലാത്ത് അല്ലെ 25 സലാത്ത് അല്ലെ ഒരു 30 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ എന്റെ സ്വന്തം വക തീരുമാനിച്ചു അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസത്തോടെ, അല്ലാതെ ഞാൻ എന്റെ ഒരു സൗകര്യം പ്രമാണിച്ച് ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുക. എന്നിട്ട് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെല്ലാം തന്നെ അവർക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു സമയം തെരഞ്ഞെടുത്തു എന്ന രൂപത്തിൽ റബീഉൽ അവ്വൽ മാസത്തിനെ ആ രൂപത്തിലേക്ക് വിഷയത്തെ വളച്ചൊടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതൊന്നും നടക്കില്ല. റബീഉൽ അവ്വൽ മാസത്തിന് പോരിശ, ആ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ മദ്ഹ് പാരായണം ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, തെളിവ് ഉദ്ധരിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കുക, എന്നിട്ട് വിഷയം അവസാനിപ്പിക്കുക. ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, തെളിവ് ഉദ്ധരിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് സമ്മതിക്കുക, എന്നിട്ട് വിഷയം അവസാനിപ്പിക്കുക. ഇല്ലല്ല, DC ഒന്നും ആയിട്ടില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ജമാൽ അങ്ങനെ DC ആവോ? ജമാലെ അത് തന്നെയല്ലേ ഞാൻ പച്ച മലയാളത്തിൽ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അല്ലാന്നല്ലേ അടിച്ചിന്? ജമാല് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ ഞാൻ എന്റെ ഒരു ഇത് സൗകര്യം പ്രമാണിച്ചുകൊണ്ട് ചെയ്യാണ്, അങ്ങനെയല്ല.
ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേകത കൽപ്പിക്കാത്ത ഒരു വിഷയം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാ പറഞ്ഞു. ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കാത്ത അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക സമയം തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത് റബീഉൽ അവ്വൽ എന്ന പ്രത്യേക സമയം ആ മാസം തെരഞ്ഞെടുത്തുകൊണ്ട് ഇത് ചെയ്യാനുള്ള രേഖ? പ്രത്യേകതയും പ്രത്യേക സമയവും രണ്ടും കൂട്ടിക്കോ. പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന തത്വം ആ അധിഷ്ഠിതായിട്ടല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മൗലിദ് ആ തത്വത്തിൽ അധിഷ്ഠിതായിട്ടല്ലേ? ആ രണ്ടുമാണ്. അല്ലോ ഞാനിതിപ്പോ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം നബി പഠിപ്പിക്കാത്ത ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല അല്ലേ? ആ തത്വത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടല്ലേ? അത് രണ്ടും വേറെ വേറെ തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പോ ഒന്ന് നാളെ വന്നിട്ട് പറയാൻ പറ്റും എനിക്ക്? രണ്ടും വേറെ വേറെ ഒന്ന് നാളെ വന്നിട്ട് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ രണ്ടും കൂടി പറയണ്ടേ? രണ്ടും വേറെ വേറെയാണ്. ഈ ജമാലിന് എന്തോ കുഴപ്പമുണ്ട്, കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. രണ്ടും എനിക്ക് ഇന്ന് തന്നെ ഇവിടെ പറയണ്ടേ? അത് രണ്ടും വേറെ വേറെയാണ്. ഇപ്പൊ നാളെ വന്നിട്ട് പറയാൻ പറ്റുമെന്ന് ഒന്ന് ഇന്ന് ഇവിടെ പറയാം, ഒന്ന് നാളെ വന്നിട്ട് പറയാമെന്ന് അവിടെ നടക്കൂലല്ലോ. അതുകൊണ്ടായി പറയണത്. ശരിക്കും ശ്രദ്ധിക്ക്. KS മുസ്താദ് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കി. എന്റെ ഭാഷന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുജാഹിദിന്റെ ഭാഷയിൽ അങ്ങനെ തന്നെ വെക്കുക. പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിട്ട്, അത് പ്രത്യേകതന്റെ ഒന്നാമത്തെ കേട്ടാ, പ്രത്യേകത തന്നെ നിശ്ചയിച്ചിട്ടും അഥവാ പ്രത്യേക കൂലി, പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂലി നിശ്ചയിച്ചു, പ്രത്യേക സമയവും നിശ്ചയിച്ച് നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ, അതിലധിഷ്ഠിതമായി കൊണ്ടല്ലേ നിങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നത്? അഥവാ റബീഉൽ അവ്വൽ എന്ന പ്രത്യേക മാസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മൗലിദ് പ്രത്യേകത കൽപ്പിച്ച് ചെയ്യാൻ പാടില്ല. അതന്നെ, അതിനുള്ള തെളിവാണ് ഞാൻ പറയാൻ പോണേ കേട്ടോ. അല്ലാ, അതിന് തെളിവ് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ അവിടെ തെളിവ് പറയാ? അതിനുള്ള തെളിവാണ് ഇപ്പൊ പറയാൻ പോണേ കേട്ടോളി. നമ്മളെ മറ്റേ ഇബ്നുൽ ഖയ്യിം ഇല്ലേ, ഇബ്നുൽ ഖയ്യിമിനെ അറിയാലോ? ജമാലിന് കേട്ടിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിമിനെ കേട്ടിട്ടുണ്ടോ? ആര് കേൾക്കുന്നു? മുജാഹിദീങ്ങൾ ആരെങ്കിലും കേട്ടതുണ്ടോ? ഇബ്നു തൈമിയ്യയെ കുറിച്ച് കൊണ്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നത് കേട്ടോളി. അടുത്തു ഞാൻ കേട്ടു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന ഷെയ്ഖുൽ ഇസ്ലാമിനെ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടണം. യഖൂലു പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ബി കെയർഫുൾ, ശരിക്കും ശ്രദ്ധിച്ചോ. ലിസൺ ഇങ്ങോട്ട് മൗലവിമാര് ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചോ. ഇനി ഇമാതിരി മണ്ടത്തരൊന്നും പറയരുത് നിങ്ങളാരോട്. ഇബ്നു തൈമിയ്യ എന്ന ഷെയ്ഖുൽ ഇസ്ലാം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത് അറിയോ? വലിയ അജബുള്ള സംഭവം. മൻ വാലബ, ഒരാള് പതിവായി ചെയ്തു അലാ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. ശരിക്കും ശ്രദ്ധിക്കണേ. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള ദിക്ർ പതിവായിട്ട് ഒരാൾ ചെയ്തു. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. ബൈന സുന്നത്തിൽ ഫജ്രി വ സലാത്തിൽ ഫജ്രി. കേക്കണേ, ഫജ്ർ നിസ്കാരത്തിന്റെ സുന്നത്തുണ്ടല്ലോ, റവാത്തിബ്. ആ റവാത്തിബിന്റെയും സുബ്ഹി നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് ഒരു പ്രത്യേക സമയമാണ്. സുബ്ഹി നിസ്കാരം അതൊരു പ്രത്യേക സമയമല്ലേ? സക്കീസ്തവ അങ്ങനെ തന്നെയല്ലേ? സുബ്ഹിന്റെ നിസ്കാരത്തിന്റെയും അതിന്റെ റവാത്തിബിന്റെയും ഇടയ്ക്ക് എന്ന പ്രത്യേക സമയം, ആ പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള ദിക്റുണ്ടല്ലേ, ആ ദിക്ർ 40 മറ, പ്രത്യേക എണ്ണം 40 നിശ്ചയിച്ച് ചെയ്താൽ അഹ്യല്ലാഹു ബിഹാ ഖൽബഹു, പ്രത്യേക കൂലി അതിന് കിട്ടും. അതേതായോ? അള്ളാഹു അത് കാരണം അവന്റെ ഹൃദയത്തിന് ഹയാത്ത് നൽകും. പ്രത്യേക കൂലി. കേട്ടങ്ങള് ശരിക്കും ആലോചിച്ചാട്ടെ. നിങ്ങൾ ശരിക്കും ആലോചിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ?
എത്ര എണ്ണം പ്രത്യേക എണ്ണം എത്രയാണ്? പ്രത്യേക എണ്ണം ഇബ്നു തൈമിയ്യ എത്രയാ പറഞ്ഞത്? ഒന്നടിക്കും മനുഷ്യന്മാരെ, എത്ര എണ്ണ പറഞ്ഞത് ഇബ്നു തൈമിയ്യ? ആരും കേൾക്കണില്ലേ? അർച്ചോനെ, ഞാൻ ഈസി ആയ 40. ഇത് ഹദീസിൽ ഇല്ലട്ടാ. 40 പ്രാവശ്യം ചെയ്യണമെന്ന് ഹദീസിൽ ഇല്ലട്ടോ. ഒറ്റ ഹദീസിലും ഇല്ലാത്ത സംഭവമാണ്. അപ്പൊ 40 എന്ന പ്രത്യേക എണ്ണം നിശ്ചയിച്ചു. ടൈം എപ്പോഴാ പറഞ്ഞത്? സുബ്ഹി നിസ്കാരത്തിന്റെയും റവാത്തിബിന്റെയും ഇടയിൽ എന്ന ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചു. അതും നബി പഠിപ്പിച്ചിട്ടില്ലട്ടോ. എന്നാൽ അതിനൊരു പ്രത്യേക കൂലി കിട്ടും. അതെന്താണ്? അഹ്യല്ലാഹു ബിഹാ ഖൽബഹു, ഹൃദയ. മനസ്സിലായോ? ഇങ്ങനെ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച്, പ്രത്യേക എണ്ണം നിശ്ചയിച്ച്, പ്രത്യേക കൂലി നിശ്ചയിച്ച് ഒരു കാര്യം ചെയ്താൽ അത് ബിദ്അത്താകും എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് റബീഉൽ അവ്വൽ എന്ന പ്രത്യേക സമയം നിശ്ചയിച്ചു കൊണ്ട് മൗലിദ് എന്ന ആരാധന അത് നടത്തിയാൽ അത് പാടില്ല, അതിന് തെളിവ് വേണമെന്ന് മുജാഹിദീങ്ങൾ പറയണത്. പക്ഷെ മുജാഹിദ് മൗലവിമാർക്കും അതിന്റെ ആവശ്യമില്ല. കാരണം ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും, എണ്ണം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും, സമയം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും, പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട്, പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട്, പ്രത്യേക കൂലി നിശ്ചയിച്ചുകൊണ്ട് തന്നെ മൗലിദ് അടക്കമുള്ള സർവ ആരാധനകളും ആവാം എന്ന തത്വക്കാരനാണ് ഇബ്നു തൈമിയ്യ അടക്കമുള്ള സർവ്വ മുജാഹിദീങ്ങളും. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു പ്രത്യേക സമയം, ഹദീസിൽ വന്നിട്ടില്ലാത്ത ഒരു പ്രത്യേക സമയം. ഹദീസിൽ എന്ത് വന്നിട്ടില്ല എന്ന് വെക്ക്? റബീഉൽ അവ്വൽ എന്നൊരു പ്രത്യേക സമയം